വായിച്ചത് സക്കറിയ പ്രവചനം 12:2-3 വാക്യങ്ങൾ. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. 2 അതിന് ഭാരമുള്ള ഒരു കല്ലായി വെക്കും. 3 ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. 4 അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇതായിരിക്കും നമ്മുടെ പഠനം. പഴയ നിയമത്തിലെ 16-ൽ പരം 17ഓളം പ്രവചനങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. 4 പ്രവചനങ്ങൾ മേജറാ. അതിനകത്ത് യെശയ്യാ പ്രവചനം, എസക്കേൽ പ്രവചനം, യിരെമ്യാവ്, ദാനിയേൽ, ഇതൊക്കെയാ മേജർ പ്രവചനങ്ങൾ. തുലോം അതിന് 2ാം തട്ടിലെ പ്രവചനങ്ങളാ സക്കറിയാവ് അടക്കമുള്ളതും. അതുപോലെ ഹബക്കൂക്ക്, മീക്ക, ആമോസ്, നഹൂം, യോവേൽ, ഇതൊക്കെയാ ചെറിയ പ്രവചനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പിറകിൽ 550 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സക്കറിയാവിൽ കൂടി എഴുതപ്പെട്ട 14 അധ്യായങ്ങളാ സക്കറിയ പ്രവചനം. ഏകദേശം 211 വാക്യങ്ങളാണ് ഇതിനകത്ത് സ്വർഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവായെ പറ്റിയും സെരുബ്ബാബേലിനെ പറ്റിയും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറുസലേമിനെ പറ്റിയും ബേത്ലഹേമിനെ പറ്റിയും അതുപോലെ ഒലിവുമലയുടെ താഴ്വാരത്ത് അന്ത്യത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ പറ്റിയുമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12ാം അധ്യായത്തിന്റെ പ്രത്യേകത ഒരു അന്തിമ യുദ്ധത്തിന്റെ ചാലുകളെ പറ്റിയാ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുറി വാക്യം ഒന്ന് തൊട്ടുകൊണ്ട് മുൻപോട്ട് കിടക്കാൻ ചില കാര്യങ്ങൾ. 4 കാര്യം നമുക്ക് പഠിക്കണം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. എവിടുന്ന് കിട്ടി ഈ ജെറുസലേം എന്നുള്ള വാക്ക്? എല്ലാവരും പറയും ജെറുസലേം ഭാരമുള്ള കല്ല്. എങ്ങനെ ഈ വാക്ക് വന്നു? ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന് മീതെ ഭൂമിയിൽ ഇരുൾ, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാ ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, 2 മനുഷ്യന്റെ സൃഷ്ടി, 3 പാപം. അങ്ങനെയെങ്കിൽ സർവശക്തനായ കർത്താവ് ഏദന്റെ പൂങ്കാവനത്തിൽ ആദ്യത്തെ കുടുംബത്തെ വചനപ്രകാരം അവിടെ 6ഉം 7ഉം കൽപ്പനകൾ കൊടുത്തുകൊണ്ട് അടക്കി വാഴണം, പെറ്റുപെരുകണം, സന്താനപുഷ്ടിയുള്ളവരാണ്, നിത്യം ദൈവത്തെ ആരാധിക്കണം. ഒരു ദിവസം 1000 സംവത്സരമാ സ്വർഗം കൊടുത്ത ആയുസ. ഒരു ദിവസം 1000 സംവത്സരം. പാപം ചെയ്ത് മനുഷ്യൻ പാപത്തിനകത്ത് അകപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ആയുസിനെ വെട്ടിച്ചുരുക്കി. ഉൽപ്പത്തി 5 വരുമ്പോൾ 969 സംവത്സരം. ഹാനോക്കിന്റെ കൊച്ചുമകനായ മെഥൂശലഹിന് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കാണിക്കുന്നു. ഉൽപ്പത്തി 6 വരുമ്പോൾ ഏറ്റവും വലിയ പാപം അവിടെ കാണുന്ന ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തപ്പോൾ ആയുസിന് മാറ്റം വരുത്തി 120 സംവത്സരം. കണ്ണിന് കണ്ടതെല്ലാം തെരഞ്ഞെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരുവനോട് പറഞ്ഞു, നീതിക്ക് വേണ്ടി പ്രസംഗിക്കണം. ആ വ്യക്തിയാ നോഹയെ ദൈവം വിളിച്ചു. ഒരു പെട്ടകമൊക്കെ ഗോപേർ മരം കൊണ്ട് പണിഞ്ഞു. നീളം വീതി വിസ്തീർണം 380-30. ശക്തമായി ദൈവത്തിന്റെ വചനം പ്രഘോഷം നടത്തി. ആ കാലത്തോട് ഒരു ജഡവും രക്ഷിക്കപ്പെട്ടില്ല. നോഹയുടെ പെട്ടകത്തിന്റെ കുറ്റി സ്വർഗമടച്ചു. 40 രാവും 40 പകലും മഴ പെയ്തു. ആ പെട്ടകം പോയി. അല്പം ഒഴുക്കിൽപ്പെട്ടെങ്കിലും യഹോവയാൽ പണിയപ്പെട്ട പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. അതൊരു നിഴലാന്നേ മക്കള്. ക്രിസ്തീയ ജീവിതം കഷ്ടത്തിന്റെ ജീവിതം. പ്രതികൂലം വരും, പ്രതിസന്ധി വരും. പെട്ടകത്തിന്റെ വാതിലടച്ചാലും വെള്ളം കയറാൻ നിൽക്കും. അകത്ത് ചിലപ്പം കലകമൊക്കെ ഉണ്ടായിരിക്കും. അമ്മാമ്മയും മക്കളും അച്ചായനോട് കലഹിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്താൽ അടിസ്ഥാനമിട്ട പെട്ടകത്തെ സ്വർഗത്തിലെ ദൈവം എവിടെ കൊണ്ടുപോയി? അരാരാത്തിനകത്ത് കൊണ്ടുപോയി ഉറപ്പിച്ചു. ദൂത് മനസ്സിലാകുന്നവർക്കായി അടുത്ത ദിവസം പെട്ടകത്തിന്റെ ബാക്കിയൂടെ പറയാം. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നല്ലൊരു സ്ഥലം കിട്ടി. ഷൊർണൂരിലെ കണക്ക് നല്ല റബ്ബർ എസ്റ്റേറ്റും പ്ലാറ്റ്ഫോമും കിട്ടിയപ്പോൾ അവിടെ ഒരു കൃഷി തുടങ്ങി. അതിന്റെ പേരാ മുന്തിരി കൃഷി. മുന്തിരി നല്ല വരുമാനമായി എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ആരാണ്ട് നോഹ അച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചായ ഒരു കാര്യം ചെയ്ത് ഇത് വാറ്റിയാൽ നല്ല വരുമാനം കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. അപ്പം വാറ്റി നോഹ വിറ്റ് കുപ്പിയിലടച്ച് വൈനാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ വേറെ ചേട്ടന്മാർ പറഞ്ഞു ഇത് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീട്ടിൽ ആരാധനയില്ല, പ്രാർത്ഥനയില്ല, കവലയോഗമില്ല, പരസ്യയോഗമില്ല. ആദ്യം 30, 60, 90 നമ്മുടെ പെന്തിക്കോസ്തിലെ അച്ചായന്മാർ ചിലർ പറഞ്ഞിട്ട് ഇച്ചിരിയൊക്കെ അടിച്ചാലും കുഴപ്പമില്ല, അങ്ങ് പോകുമെന്ന്. സ്വോത്രം എൻ്റെ അച്ചായ ഇത് തൊട്ട് കഴിഞ്ഞാൽ നീ പെരുവഴിയാ സ്വോത്രം. ഇനി ഞാൻ വന്നില്ലേലും വേണ്ടിയല്ല. നോകയായോ പോയോലായിപ്പോ. അവസാനം ഇപ്പം അച്ചായൻ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമൊക്കെ കവല കുടിച്ച് കിടക്കുന്നവരെ കിടക്കുക. ഉച്ചയായപ്പോൾ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ
അച്ചായന് നാടൻ മലയാളത്തിൽ ഉടുതുണിയില്ല, മൊബൈലിനകത്ത് പിള്ളേരിത് കണ്ടുകൊണ്ട് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ ഒന്ന് കെട്ടുവിട്ട നോഹ മക്കളെ ശപിക്കുവാൻ തുടങ്ങി. കലാൻ ശപിക്കപ്പെട്ടവൻ. സ്വോത്രം. എത്ര നല്ല വൃത്തിയായിട്ട് ഉപദേശം പ്രസംഗിച്ച് വഴിനീളെ കവലയോഗത്ത് ട്രാക്ടർ എടുത്ത് അച്ചായൻ്റെ ഗതി ഇത്ര. അതുകൊണ്ടല്ലയോ യൂദ പറയുന്ന വീഴാതിരിപ്പാൻ. നമുക്ക് ബെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ് പോ. നോഹയുടെ അനുഭവം വരാതിരിപ്പാനാ, വീഴാതിരിപ്പാൻ. അപ്പം കർത്താവ് വിചാരിച്ച് ഇനി രക്ഷയില്ല, നേരെ പോയി എവിടത്തേക്കാ? ഇറാഖിലേക്ക് പോയി. അവിടെ നദിയരികൽ മെസപ്പെട്ടോമിയയിൽ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം ഇറങ്ങുമ്പോൾ തേരകിൻ്റെ മകനായ അവറാച്ചായനിരുന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവറാച്ചായനോട് പറഞ്ഞു, ചടാന്ന് ചാടി എഴുന്നേൽക്കാൻ. ഉൽപ്പത്തി 12. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി. സന്തോഷമില്ലല്ലോ? ഉൽപ്പത്തി 12. ഇതിന്റെ പേരാ പ്രോമിസ്. ഇതിന്റെ ഒരു ഭാഗം നാളെ പറയാം. അച്ചായനെ വിളിച്ചുകൊണ്ട് 1498 കിലോമീറ്ററാണ് നടത്തിയത്. സന്തോഷമില്ലല്ലോ? ആ വാഗ്ദത്ത കനാനിലേക്ക് അവറാച്ചായനെ കൊണ്ടുപോയി. കൂടെ വിളി കേൾക്കാത്ത ഒരുത്തനും പോയി ലോത്ത്. അങ്ങനെയെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അവറാച്ചായന് കുറച്ച് കാടും മലയും കിട്ടി. ലോത്തിന് നല്ല കണ്ണായ സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ 2 കല്യാണം നടന്നു. അവറാച്ചായന് സാറാമാമ്മയെ കിട്ടി. ലോത്തിന്റെ അമ്മാമ്മയുടെ പേര് ഗൂഗിളിലുമില്ല, കമ്പ്യൂട്ടറിലുമില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ അവറാച്ചായന്റെ തലമുറയായി വന്നു ആരാ? ഇസഹാക്ക്. ഇസഹാക്കിന് 2 തലമുറകളുണ്ടായി. ഒരുത്തന്റെ പേര് യാക്കോബ്, മറ്റവന്റെ പേര് ഏശാവ്. സന്തോഷമില്ലല്ലോ? അങ്ങനെയെങ്കിൽ ഏശാവ് ആരാ? വനശാലിയും വേട്ടക്കാരനും. യാക്കോബ് ആരായിരുന്നു? മമ്മിയുടെ ചുരിദാറിനകത്ത് വീട്ടിനകത്ത് ചുറ്റി നിന്ന ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ യാക്കോബ്. ചർച്ചിലും പോവത്തില്ല, എവിടെയും പോവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഒന്ന്, അവൻ ഭയങ്കര ഡോക്ടറേറ്റ് ആയിരുന്നു, പണ്ടത്തെ ഉപായിയായിരുന്നു പുള്ളിക്കാരൻ. സ്വോത്രം. ആ യാക്കോബ് എന്തോ ചെയ്തെന്നറിയാമോ? ഒന്ന്, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവകാശം അനുഗ്രഹത്തെ പിടിച്ചു മറ്റ് ചേട്ടൻ ഈ വനാന്തരത്തിൽ പോയി. എവിടെ? പാലക്കാട് അട്ടപ്പാടി അകളിൽ പോയിട്ട് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരനൊരു കാര്യം ചെയ്തു. നല്ല പായസം ഉണ്ടാക്കിയിട്ട് എസൻസ് കൂടെ കലക്കി കലത്തിൻ്റെ വക്കം തുറന്നു വെച്ചു. സ്വോത്രം. അപ്പോൾ ചേട്ടൻ ഇത് പടപടാ വേണമെന്ന് പറഞ്ഞു. അനിയൻ പറഞ്ഞു, ചേട്ടാവകാശം കിട്ടിയാൽ ഞാനിത് തരാം. ഒന്ന്, ഏശാവ് പട്ടുപോകുവാൻ കാരണം അവൻ ജ്യേഷ്ഠൻ്റെ അവകാശം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി. സന്തോഷമില്ലല്ലോ? അപ്പച്ചന് കണ്ണുമങ്ങി. പാലക്കാട് ചൈതന്യെ കൊണ്ട് ലേസർ അടിച്ചിട്ടും രക്ഷയില്ല. ആ സമയത്ത് അമ്മച്ചി പറഞ്ഞു അപ്പച്ചൻ പോകാറ്. അപ്പച്ചൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയാമോ? സുന്ദരമായ വേട്ടയിറച്ചി കൊണ്ടുവരണം. അപ്പോൾ ആരുടെ കയ്യിൽ റൈഫിളുണ്ട്? ഏശാവിൻ്റെ റൈഫിളുണ്ട്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഷൊർണൂരിലോ പാലക്കാടോ വനാന്തരത്തിൽ പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവരണം. എനിക്കിത് കഴിച്ചിട്ട് വേണം നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് എനിക്കങ്ങ് ലോകം വിട്ടുപോകാം. ആ സമയത്ത് അമ്മച്ചി കേട്ടിട്ട് മോനോട് പറഞ്ഞു, യാക്കോബേ, നിന്റെ അനുഗ്രഹമെല്ലാം ചേട്ടൻ കൊണ്ടുപോകാൻ പോവാ. അപ്പം എന്തോ ഒരു സൊല്യൂഷൻ. അമ്മച്ചി പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാക്കി, ഞാൻ ശരിയാക്കി തരാം. സ്വോത്രം. അമ്മച്ചി നല്ല ഒന്നാന്തരം മട്ടൻ കറി ഉണ്ടാക്കി ജ്യേഷ്ഠൻ്റെ രോമക്കുപ്പായം എടുത്ത് അനിയനെ ധരിപ്പിച്ച് കണ്ണു മങ്ങി അച്ചായൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അപ്പച്ചാ നല്ല ഒന്നാന്തരം വേട്ടയിറച്ചി. അയ്യോ. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എങ്ങനെ കിട്ടി മോനെ? സർവശക്തനായ ദൈവം തന്നെന്ന്. എത്ര നല്ല കാര്യം. എന്നിട്ട് ഈ ശബ്ദം മാറി. ആരാ ആദ്യത്തെ മോണാക്ട്? കമലഹാസന് നമ്മുടെ ജയറാമു ഒന്നുമല്ല, ഈ യാക്കോബ് ആദ്യത്തെ മോണാക്ട്. അപ്പച്ചൻ എന്നിട്ട് സംശയം, നീ എൻ്റെ ആദ്യജാതനായ ാണോ? ഉടനെ പറഞ്ഞു, കറക്റ്റ് അപ്പച്ച എന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പച്ചൻ ഇതെല്ലാം കഴിച്ച് കൈയെല്ലാം തുടച്ച് കണ്ണ് കാണാത്ത അപ്പച്ചൻ യവനെ അനുഗ്രഹിച്ച് 2 അനുഗ്രഹം കിട്ടി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് അമ്മച്ചി പറഞ്ഞു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ സ്ഥലം കാലിയാക്കി അരാമ്യനായ ലാബാന്റെ വീട്ടിലേക്ക്. എവിടെ പോയെന്നറിയാമോ? രാവിലെ ഇറങ്ങിത്തിരിച്ചു. കയ്യിലൊരു വടി. അമ്മച്ചി കൊടുത്ത തുരുത്തിയിലെ വെള്ളവുമായിട്ടവൻ യാത്ര ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട അവസാനം ലൂസിന്റെ പട്ടണത്തിൽ ചെന്നപ്പോൾ ഡള്ളപ്പ് മെത്തക്കകത്ത് 23 ഗോദ്രേജിന്റെ AC ഇട്ട് വാട്സപ്പ് അടിക്കുന്ന യാക്കോബിന് കിടക്കാൻ ഇപ്പം കിട്ടിയത് ഒരു കല്ല് തലയണയായി. സന്തോഷമില്ലല്ലോ? അന്ന് രാത്രി വീട്ടിലോട്ട് പോയാൽ ഏശാവിൻ്റെ വാള്. അരാമ്യൻ്റെ ലാബാൻ്റെ വീട്ടിലെത്തി പോകാനും അറിയത്തില്ല. അന്ന് ചർച്ചുകാരെ കൂട്ടിയില്ല. അവിടെ കരഞ്ഞൊരു പ്രാർത്ഥന അങ്ങ് നടത്തി. സന്തോഷമില്ലല്ലോ? അതിൻ്റെ പേരാ അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൻ്റെ കോപണി ഇറങ്ങി വന്നു. കുറേ വാഗ്ദത്തമെല്ലാം അവന് കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരൻ്റെ യാത്രയായി. എവിടേക്ക് പോയി? ദൈവത്തിൻ്റെ കോപണി, സ്വർഗത്തിൻ്റെ ദർശനം ഇറങ്ങിയവൻ. ഇതെല്ലാം നമ്മൾ ദൈവദാസന്മാർ ദൂത് പറയുന്നതല്ല, എഴുതി അത് നമ്മുടെ പോക്കറ്റിനകത്തിട്ടിട്ട് യാത്ര. അരാമ്യനായ ലാബാന്റെ വീട്ടിലേക്ക് യാത്ര. അവിടെ ചെന്നപ്പോൾ ലാബാനെ പിടികിട്ടി. ദർശനം കണ്ടവനെ പിടികിട്ടിയപ്പോഴേ ലാബാന് മനസ്സിലായി, യവനെ നിന്നാൽ ഞങ്ങളുടെ വീടും കുടുംബവും അനുഗ്രഹിക്കപ്പെടും. സന്തോഷമില്ലല്ലോ? പ്രാർത്ഥിക്കുന്നവൻ കയറി അനുഗ്രഹിക്കപ്പെടുമെന്ന് ലാബാൻ അറിയാം. ആദ്യം എന്തോ ചെയ്തു? ആടുമാടുകളെ കൊടുത്തു. 2 പുരടങ്ങൾ മൊത്തവും കൊടുത്തു. യാക്കോബാര സാധാരണ പുള്ളിയല്ലല്ലോ. അന്ന് ലാബാന്റെ മക്കളെല്ലാം
എല്ലാം കൊച്ചു പിള്ളേരായിരുന്നു. സ്വോത്രം. അതിനകത്ത് 2 പെൺപിള്ളേരുണ്ടായിരുന്നു. ഒന്ന് കണ്ണുമങ്ങിയ ലേഖ, രണ്ടാമത്തേത് ഒരു സുന്ദരി റാഹേൽ. സന്തോഷമില്ലല്ലോ? ചാക്കുകെട്ടിനകത്തിരുന്ന അമ്മാമ്മയുടെ പേരാ റാഹേൽ. പെന്തിക്കോസുകാർക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിൽ അതുകൂടെ പറഞ്ഞുതരാം. സ്വോത്രം. ആദ്യ റാഹേലിന്റെ ഫോട്ടോ വാട്സപ്പിൽ 7 ഇയർ നീ ഇവിടെ സേവനം അനുഷ്ഠിക്കണം, മിലിറ്ററിയുടെ കണക്ക് റാഹേൽ. പിന്നെ നിന്നാ ബാക്കി. ഇതുമായിട്ട് അവനെ പറഞ്ഞു വിട്ടു. പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ആടുമാടുകൾ ഇഷ്ടം പോലെ കാര്യങ്ങളെല്ലാം നടന്നു. 7-ാം വർഷം 1-ാമത്തെ കല്യാണം നടന്നു. കണ്ണുമങ്ങി അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിനെയും പറ്റിച്ചു. സന്തോഷമില്ലല്ലോ? കൊടുത്താൽ കൊല്ലത്തല്ല പാലക്കാടും കിട്ടും. സ്തോത്രം. അത് കഴിഞ്ഞ് രാത്രിയിലായി അറബികളിൽ അതുപോലെ തന്നെ ഇസ്മായിലിയരുടെ എല്ലാം കല്യാണം. പർദ്ദയിട്ട പെങ്കൊച്ചായിരുന്നു. രാത്രി കല്യാണം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോഴാ കാര്യം പിടികിട്ടത് റാഹേലല്ല, ലേയ. പിന്നെ ഡൈവോഴ്സ് നടക്കും. അന്നത്തെ കാലത്ത് നടക്കത്തില്ല. സ്തോത്രം. ഉടനെ പപ്പാരടുത്ത് പറഞ്ഞു, ഇത് കടുത്ത കൈയായിപ്പോയി പപ്പ, എന്നെ ഇങ്ങനെ പറ്റിച്ചല്ലോ. അപ്പൊ പപ്പ പറഞ്ഞു, നീ ഡിഗ്രി എടുത്തോളൂ, ഞാൻ PhD എടുത്തിട്ട് ഇവിടെ ഇരിക്കുക, നീ മിണ്ടണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. 7 വർഷവും കൂടെ അവനെ ജോലിക്ക് നിർത്തി. റാഹേലിനെയും കൂടെ കിട്ടി. അതിനുശേഷം ഇപ്പൊ ചർച്ചില്ല, ആരാധനയില്ല, ദർശനമില്ല. പഴയ ദൂത് എഴുതിയ പേപ്പർ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് 2 ദാസിമാർ ബിൽഗേൻ സെൽപ്പയും കിട്ടിയപ്പോഴാ നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ലാബാന്റെ മക്കൾ ഡിഗ്രിയൊക്കെ എടുത്തു. സ്വോത്രം. ലാബാന്റെ മക്കൾ ഡിഗ്രി എടുത്ത് SBIയിൽ കൊണ്ടാടിയിലൊക്കെ പോയി ചെക്ക് ചെയ്തപ്പോഴാ മുഴുവൻ യാക്കോബിന്റെ പേര്. സന്തോഷമില്ലല്ലോ? പുരാണത്തിന്റെ കരമടച്ച രസീത് നോക്കിയപ്പോൾ യാക്കോബിന്റെ പേര്. വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥനയില്ല. എന്താ സംഭവിച്ചത്? ലാബാന്റെ മക്കളടക്കം യാക്കോബിനെ കാണുമ്പോൾ നമ്മുടെ കവലെ കൊച്ചുപിച്ചാത്തി കാണിക്കുന്ന പോലെ കാര്യം മാറിക്കിട്ടി. അപ്പ യാക്കോബിന് പിടികിട്ടി ഇവിടെ നിന്നാ രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ലാബാന്റെ മുഖം നോക്കിയപ്പോൾ കടന്തൽ കുത്തിയോലിരിക്കുന്നു. സ്വോത്രം. അപ്പ യാക്കോബ് പണ്ടത്തെ കാലം ഓർത്ത്, കർത്താവ് എനിക്ക് ദർശനം തന്നതാ. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? നേരെ യാത്രയായി. ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കുവാൻ പോയപ്പോൾ ഈ 4 പെങ്കൊച്ചുങ്ങളെയും 12 കുഞ്ഞുങ്ങളുമായിട്ട് എവിടത്തേക്ക് വന്നെന്നറിയാമോ? യാബോക്കിന്റെ കടവിൽ വന്നു. അന്നത്തെ കാലത്ത് ഈ ആൾക്കാരെല്ലാം കുറവാ. ഈ പെങ്കൊച്ചുങ്ങളെയൊക്കെ കയറ്റിവിടാം. പക്ഷെ യവന് പോകാൻ പറ്റുന്നില്ല. കണ്ടോ? അപ്പനെ പറ്റിച്ച്, ചേട്ടനെ പറ്റിച്ച്, അമ്മായിയപ്പനെ പറ്റിച്ച്, നാട്ടിലെ പ്രമാണവും സകല കാര്യവും പോക്കറ്റിലാക്കിയവന് അക്കരെ നാട് കടക്കാൻ പറ്റത്തില്ല. സ്വോത്രം. ആ യാക്കോബ് ഒരു നിഴല. സ്വോത്രം. അവിടെ വെച്ച് ഒരു ദൂതൻ, അന്നത്തെ കാലത്ത് കാണുക, ഒരു ദൂതനുമായിട്ട് അവനൊരു മൽപ്പിടുത്തം നടത്തി. ആ മൽപ്പിടുത്തം നടത്തിയപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഉൽപ്പത്തി 32:27 റഫറൻസ് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അന്ന് ദൂതൻ അവനെ അനുഗ്രഹിച്ചു. നീ സ്വർഗത്തോടും മനുഷ്യരോടും ദൂതനോടും എല്ലാം മല്ല് പിടിച്ചുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. മിണ്ടുന്നില്ലല്ലോ? ഒരു വ്യക്തിയിൽ തുടങ്ങിയ രാഷ്ട്രമായി ഇസ്രായേൽ. അതിനു വേണ്ടിയാണ് ഞാൻ കറങ്ങി വന്നത്. അപ്പനിട്ട പേര് യാക്കോബ്, സ്വർഗമിട്ട പേര് ഇസ്രായേൽ. ക്ലിയർ കട്ട്. അവൻ ഇങ്ങനെ പോയപ്പോൾ 12 തലമുറകളും കുഞ്ഞുങ്ങളുമായി ഇങ്ങോട്ടിരുന്നപ്പോൾ അവസാനത്തെ ഒരുത്തൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയി. അവസാനം അവൻ കൊട്ടാരത്തിനകത്ത് എന്തോ എന്നറിയാമോ? ഉപപ്രധാനമന്ത്രിയായി. മിസ്രയീമിൽ ക്ഷാമം വന്നു. ചേട്ടന്മാരെല്ലാം കൂടെ എന്തോ ചെയ്തു? ആ ധാന്യത്തിന് പോയി. പറവോന്റെ കൊട്ടാരത്തിലിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൻ മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രി ചേട്ടന്മാരെ കണ്ടു. കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ധാന്യം മാത്രമല്ല കൊടുത്തത്, അപ്പനും ബാക്കി ചേട്ടത്തിമാരും ബന്ധുക്കൾക്കും എല്ലാം കൂടെ 72 പേർക്കുള്ള വിസ ആര് കൊടുത്തെന്നറിയാമോ? യോസഫ് കൊടുത്തൊരു നിഴലാത്. അപ്പോൾ ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് നേരെ പോയി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ആരുടെ രഥം ഇറങ്ങി? ഫറവോന്റെ രഥം വന്നു. സ്വോത്രം. എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോയി. വയസ്സായ അപ്പച്ചനെയും കൊണ്ടുപോയി. ആ കാലഘട്ടത്തിനകത്ത് മിസ്രയീമിനകത്ത് ഇസ്രായേൽ ജനം പെരുകി. മലയാളം ഒരു 4 യഹൂദൻ, 4 മിസ്രയീമിനെ അടിക്കാൻ ഒറ്റ യഹൂദൻ മതി. അത് കണ്ടപ്പോഴാ ഫറവോൻ ഒരു കൽപ്പന കൊടുത്തു. മോശയുടെ കാലത്ത് എന്താ കൽപ്പന കൊടുത്തത്? എബ്രായ കുടിലിൽ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിക്കകത്ത് കൊല്ലുവാനുള്ള പദ്ധതി. അല്ലെങ്കിൽ കണ്ടോ, ചെങ്കടലിനകത്തേക്ക് അതിൻ്റെ പിന്നത്തതിൽ മുൻപോട്ട് വരുമ്പോൾ ചെങ്കടൽ നൈൽ നദിക്കകത്ത് എറിയുവാൻ ഈ ജനം പടർന്നു. ഏകദേശം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളായി. ആ സമയത്ത് ഫറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയാൽ അവർ നടത്തപ്പെട്ടു. ആഴമേറിയ ചെങ്കടലിലേക്ക് കടന്നു വന്നു. മോശയുടെ കയ്യിലിരുന്ന ചുള്ളിവടി കൊണ്ട് സ്വർഗത്തിന്റെ നിഴലിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ചെങ്കടലിനെ വിഭജിച്ചു. അവർ എവിടത്തേക്ക് കടക്കുവാൻ? കനാനിലേക്കുള്ള ആദ്യ പടിവെപ്പ്. ജനം പെറുപെറുത്തത് കൊണ്ട് അതിനകത്ത് അനവധി പേർ പട്ടുപോയി. പിന്നത്തതിൽ യോശുവയും കാലേബും മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് വാഗ്ദത്ത ദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ആ ദേശം വന്നപ്പോൾ അവിടെ വീണ്ടും സന്തതി പരമ്പരയായി. അങ്ങനെ അവർ ഒരു ജാതിയായി തീർന്നു. രണ്ടാമത്തെ ഭാഗം. ആ ജാതി മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും നടക്കുന്നു. നമ്മുടെ
യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്. 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി 5 കോടതികൾ മാറി മാറി 7 പ്രാവശ്യം വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. മത്തായി 27:25 ശ്രദ്ധയോടെ ഇരിക്കണം. മത്തായി 27:25 അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. അങ്ങനെ ലോകത്തിന്റെ വൻകരകളിൽ ചിതറുമ്പോൾ, പഴയ നിയമത്തിൽ മോശയാൽ നടത്തപ്പെടുമ്പോൾ, ഇസ്രയേലിനകത്ത് 4 രാജാക്കന്മാരെ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുന്നു. ഒന്ന്, കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിനെ ഇസ്രയേലിന്റെ 1ാമത്തെ രാജാവാക്കി. 40 വർഷം അവൻ ഇസ്രയേലിനെ ഭരിച്ചു. ഗിൽബോറ പർവ്വതനിരകളിൽ വെച്ച് സ്വന്തം ആയുധത്താൽ അവൻ പട്ടുപോകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ പിടിച്ച് ഇസ്രയേലിന്റെ രാജാവാക്കി. ഏകദേശം 40 വർഷത്തോളം അവനും ഭരിച്ചു. അതിനുശേഷം അടുത്തവനെ കൊണ്ടുവന്നു. അവന്റെ പേര് ശലോമോൻ, 3ാമത്തെ രാജാവ് ഇസ്രയേലിന്റെ ആലയം പണിത്. ആ ശലോമോന് ശേഷം വീണ്ടും അടുത്തത് ശലോമോന്റെ സന്തതിയായി ഒരുവൻ രഹബയം ഇസ്രയേലിന്റെ രാജാവായി. അന്ന് ഈ രാജ്യം 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രയേൽ, 2 യഹൂദിയ. ഇസ്രയേലിന്റെ തലസ്ഥാന ശമരിയ, യഹൂദിയുടെ തലസ്ഥാനത്തിന്റെ പേരാ ജെറുസലേം. ഇതാ ബൈബിളും ഇസ്രയേലുമായിട്ടുള്ള ചരിത്രം. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രത്യേക പട്ടണങ്ങളായി 19 രാജാക്കന്മാർ യഹൂദിയയിലും, അതിനുശേഷം പിന്നെ ഇസ്രയേലിനകത്ത് 21 രാജാക്കന്മാർ ഭരിച്ചു. 9 ഗോത്രങ്ങൾ ഇസ്രയേൽ, 3 ഗോത്രങ്ങൾ യഹൂദിയ. ആ കാലഘട്ടത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ഭൂതലത്തിൽ വരുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഈ യഹൂദൻ ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് ചിതറി. 1ാം ലോകമഹായുദ്ധം വന്നു, 2ാം ലോകമഹായുദ്ധം വന്നു. ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവെച്ചു. 1948 മെയ് 14 അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടന്റെ കയ്യൊപ്പോടുകൂടി ആർക്ക് കിട്ടി? പിതാക്കന്മാർ ചവിട്ടിയ ഇസ്രയേൽ ദേശം ആരുടെ കൈകളിൽ വന്നു? യഹൂദന്റെ കയ്യിൽ വന്നു. അതാ 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ ഈ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. അതാ ഇന്നലെ ഞാൻ വർഷം പറഞ്ഞത് 74. അന്നത്തെ ഒരു ചരിത്രമുണ്ട്. എന്താ? 20,770 കിലോമീറ്റർ ആയിരുന്നു ഇസ്രയേൽ. അതിനകത്ത് 2ാമത്തെ ഒരു ഭാഗമുണ്ട്, 6,750 കിലോമീറ്റർ ലോക ചരിത്രം. അതാ ഇന്നത്തെ പലസ്തീൻ, ഗാസ, റമല്ല, വെസ്റ്റ് ബാങ്ക്. ഇതെല്ലാം ഇസ്രയേലിനോട് ചേർന്ന് 761 കിലോമീറ്റർ ആർക്കും കൊടുക്കാതെ ഇട്ടുവച്ചു. അതിന്റെ പേരാ കിഴക്കൻ ജെറുസലേം. അതാ ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം. കോവിഡ് അല്ല, അന്താരാഷ്ട്ര പ്രശ്നം കിഴക്കൻ ജെറുസലേം. ഇതാരുടെ കയ്യിലും കൊടുത്തില്ല. 763 കിലോമീറ്റർ ബൗണ്ടറി കെട്ടിക്കൊണ്ട് ഈസ്റ്റ് ജെറുസലേമിനെ വെച്ചു. ഒരവകാശം പലസ്തീൻ, ഒരവകാശം ജോർദാൻ, ഒരവകാശം ഇസ്രയേൽ, അത് കഴിഞ്ഞിട്ട് ഒരവകാശം യുണൈറ്റഡ് നേഷൻസ്. ഇത്രയും പേർക്ക് ഈ ജെറുസലേം. അന്ന് മുതൽ 1ാമത്തെ സംഭവം തുടങ്ങി. അതൊരു പരിഭ്രമ പാത്രമായി മാറി ജെറുസലേം. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമ പാത്രമായി വെക്ക്. സക്കറിയാവിന്റെ 1ാമത്തെ പ്രവചനം. 2 1967 ഏറ്റവും നിർണായകമായൊരു സംഭവം ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവെച്ചല്ലോ. 6 ദിന യുദ്ധം, അറബ് ഇസ്രയേൽ വാർ. അന്ന് യഹൂദൻ എന്തോ ചെയ്തെന്നറിയാമോ? സാധാരണ പണിയല്ല കാണിച്ചത്. 761 കിലോമീറ്റർ ഈസ്റ്റ് ജെറുസലേം അവരുടെ കൈകളിലേക്ക് കൊണ്ടുവന്നു. അന്നാണ് അവർ സിറിയയിൽ നിന്ന് ഗോലാൻ പിടിക്കുന്നു, ജോർദാനിൽ നിന്ന് അത് പിന്നെ അക്കോബ കടലെടുക്ക് മുഴുവൻ ഈ കൈക്കലാക്കുന്നത്. ഈ 2ാമത്തെ ആക്രമണം 1967. 1, അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമപാത്രമാക്കും. 2, അതിന് ഭാരമുള്ള ഒരു കല്ലായി വെക്കും. യോബേൽ സംവത്സരത്തിൽ ജെറുസലേം. 1ാമത്തെ പ്രവചനം അഥവാ അന്തിമ ദിനങ്ങൾ. 2ാമത്തെ കാര്യം മനസ്സിലാക്കണം, യഹൂദന്റെ ശബത്തുകളുടെ ശബത്ത് അന്തിമ ദിനങ്ങളിലേക്ക് ലോകം. 3ാമത്തെ കാര്യം അടയാളങ്ങളുടെ അവസാനം, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന അന്തിമ യുദ്ധത്തിന്റെ ചുരുളുകളാണ്. അപ്പോൾ ഈ ഭാരമുള്ള കല്ലായി ഇതിനെ ഇവിടെ വെച്ചപ്പോൾ അമേരിക്കയിൽ ഒരു ഭരണാധികാരി വന്നു. പുള്ളിയുടെ പേര് ട്രംപ്. മിണ്ടുന്നില്ലല്ലോ. ദൈവം അറിഞ്ഞുകൊണ്ട് ഈ വായാടി ട്രംപിനെ ആരാക്കിയത്? അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കിയത്. കണ്ടോ? ജെറുസലേമിന് ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി US. കണ്ടോ? അന്ന് 1948 മെയ് 14 ഇസ്രയേലിന്റെ തലസ്ഥാനം ടെൽ അവീവ. ഇന്നും അവിടെയാ ഡേവിഡ് ബെൻഗൂറിയോൻ എയർപോർട്ട്. പക്ഷേ ഈ ട്രംപ് വന്ന് എന്തിനാ ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി? എന്തിനാച്ചായ അമ്മാമയെ തലസ്ഥാനമാക്കിയത്? ആലയം പണിയാൻ വേണ്ടി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. സാധാരണ പരിപാടിയല്ല അന്തിമ ദിനം.
തീർന്നില്ല. നാളെ നിങ്ങളുടെ പത്രങ്ങളിൽ കാണാൻ പോകുന്ന വാർത്ത ഇന്ന് ഞാൻ പറയുക. ഇന്ന് ബ്രിട്ടനിൽ ഒരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, സഹോദരി ലിസ്ട്രസ് എന്ന അവരുടെ പേര്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ എംബസി ദാ കൊണ്ടുവരുന്നു. എവിടത്തേക്ക്? ജെറുസലേമിലേക്ക്. അതിൻ്റെ അർത്ഥം പലസ്തീൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ എംബസി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതെല്ലാം അറബ് രാഷ്ട്രങ്ങൾ ഒരുമിക്കുവാൻ ഒരു ചാല നാളെ നിങ്ങളുടെ പത്രത്തിൽ കാണാൻ പോകുന്നു. നാളെ സഭായോഗത്തിന് വരുമ്പോൾ പത്രം വായിച്ചുകൊണ്ട് വരണം. ഇന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ലിസ്ട്രസ് പറഞ്ഞു, ഞങ്ങളുടെ എംബസിയും കൊണ്ടുവരാൻ പറയാം. മോഡി സാറും ചെറിയ ആളല്ല, ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന പുള്ളിക്കാർ. അദ്ദേഹം രഹസ്യമായിട്ട് പറയുന്നത് ഞങ്ങളും വേണേ അങ്ങോട്ട് മാറ്റിയേക്കാന്ന്. സന്തോഷമില്ലല്ലോ? ക്യാപിറ്റൽ സിറ്റിയായിട്ട് ജെറുസലേം മാറും. അന്നാളിൽ ജെറുസലേമിന്റെ ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമപാത്രം ഭാരമുള്ള കല്ല്. 1 2 ദാണ്ട് ട്രംപിന്റെ മകളുടെ പേരാ ഇവാൻഗലിൻ. ഇവളെ കെട്ടിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന്റെ പേരാ ജാറേദ് കുഷ്നർ. അവനായിരുന്നു US വൈറ്റ് ഹൗസിനകത്ത് ബൈബിളുമായിട്ടൊക്കെ കയറിപ്പോയത്, ഉപദേഷ്ടാവ്. അവരെന്തോ ഇത് എംബസി തുറന്നു. എന്നാ എംബസി തുറന്നത്? 2018 മെയ് 14. അപ്പോൾ 1948 മെയ് 14 70 കൊണ്ട് കൂട്ടിയാൽ 2018 മെയ് 14 ആകുമ്പോൾ 70 വർഷം. നിങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80. സന്തോഷമില്ലല്ലോ? അതുകൊണ്ടാണ് ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം 80 വർഷം കൊണ്ട് തീരുമെന്നല്ല ഞാൻ പറയുന്നത്. ചിലരെ ആയുസ് 100 കഴിയും. നമ്മുടെ VS എത്ര സെഞ്ചുറി അടിച്ചു കഴിഞ്ഞില്ലേ? മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ 98 കഴിഞ്ഞ് 2 സ്കോർ കൂടെ അടിച്ചാൽ 100ലേക്ക് പോകാൻ പോകുന്നു. സന്തോഷം ഇല്ലല്ലോ? ഇവരെല്ലാം ഈ ഇസ്രായേലിന്റെ അത്തിതളർത്ത കാഴ്ച കണ്ടവരാ. ഇവരൊക്കെ മരണം വഴിയായി പോകുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. തീർന്നില്ല. നാ കിടക്കുന്ന 3ാമത്തെ യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എഴുതി കൊടുത്തൊരു കത്ത്, ഇസ്രായേലിന് ജൂതരാഷ്ട്രം. ഒരൊറ്റ അറബ് ലീഗിനോ ഒരു പലസ്തീനിയർക്കോ ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. വൺ ഓഫ് ദ ജൂയിഷ് കൺട്രി, ദാറ്റ് മീൻ ഇസ്രായേൽ. ഇപ്പൊ കാര്യം ക്ലിയർ ആയല്ലോ? ഈ കുഞ്ഞു വായിച്ച 2 പ്രവചനങ്ങൾ. 1 അതൊരു പരിഭ്രമപാത്രം. 1948 മെയ് 14 ജെറുസലേം. 1967 ഭാരമുള്ള കല്ല്. അതിൻ്റെ ഇടയ്ക്ക് ദാ കൊണ്ടുവന്ന് ട്രംപും ബാക്കിയുള്ളവരോടെല്ലാം കൂടെ ജെറുസലേമിനെ തലസ്ഥാനമാക്കി. ഇനി അടുത്ത 2 ഭാഗങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ വചനത്തിലേക്ക്. 1 ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിനാധാരമായി ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം. ഇതുടനെ എങ്ങാനും തീരുമോ? ഈ അടുത്ത സമയത്തൊന്നും ഇത് തീരത്തില്ല. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്പ് ആരെ സഹായിക്കുന്നു? ഉക്രൈനെ സഹായിക്കുന്നു. തീർന്നില്ല. സെലൻസ്കി ആരാ? അവനൊരു യഹൂദന. മിണ്ടുന്നില്ലല്ലോ? യഹൂദനെ തോപ്പിച്ച ചരിത്രം എവിടെങ്കിലും ബൈബിളിനകത്തുണ്ടോ? ഇല്ലല്ലോ. പണ്ടൊരു പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ലേ? ഇന്നത് വായിക്കുമെന്നറിയത്തില്ല. എസ്തേറിന്റെ പുസ്തകം. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? ഹിന്ദു ദേശം മുതൽ കൂശ് വരെ വാണിരുന്ന അഹശ്വേരോശ് രാജാവ്, 120 സംസ്ഥാനങ്ങൾ. അപ്പൊ ഹിന്ദു ദേശം ഏതാ? ഇന്ത്യ തന്നെ. എസ്തേറിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂശ് അഥവാ ഇന്നത്തെ എത്യോപ്യ വരെ വാണിരുന്ന അഹശ്വേരോശ്. അഹശ്വേരോശിന്റെ കൊട്ടാരത്തെ പറ്റി എത്ര പേർക്കറിയാം? യഹൂദനാ? കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടായിരുന്നു, അവന്റെ പേരാ മൊർദെഖായി. മിണ്ടുന്നില്ലല്ലോ? കൊട്ടാരത്തിനകത്ത് വേറൊരുവൻ ഉണ്ടായിരുന്നു, അവന്റെ പേരാ ഹാമാൻ, ആഗാഗ്യനായ ഹാമാൻ. ഈ മൊർദെഖായി പുറത്തിരുന്ന് ഹല്ലേലൂയ പറയുന്നത് ആർക്കിഷ്ടമല്ല? ഹാമാൻ ഇഷ്ടമല്ല. അപ്പോൾ തന്നെ മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകൾ ഒരുവളുണ്ടായിരുന്നു, എസ്തേർ. മൊർദെഖായിയുടെ കൊട്ടാരത്തിനകത്ത് വേറൊരു രാജ്യം ഉണ്ടായിരുന്നു, വസ്തി. അവൾ ഹല്ലേലൂയ അഹശ്വേരോശ് രാജാവുമായി അല്പ പ്രശ്നങ്ങളിൽ മാറിയപ്പോൾ ആരായി കൊട്ടാരത്തിനകത്ത്? എസ്തേർ കൊട്ടാരത്തിനകത്ത് രാജ്ഞിയായി. തീർന്നില്ല. അന്നത്തെ കാലത്ത് ഒരു സംഭവം നടന്നു. മൊർദെഖായി ഈ രാജാവിനെ വധിക്കുവാൻ 2 പേര് പദ്ധതി വെച്ചു. അവന്റെ പേര് ബിഗ്വാനും തേരശും. ഇവർ 2 പേര് കൊല്ലാൻ പദ്ധതി വെച്ചു. ഈ വിവരം ആരറിഞ്ഞു? മൊർദെഖായി അറിഞ്ഞു. രാജാവിനെ വിവരം ധരിപ്പിച്ചു. അന്ന് അവന്മാരെ കശാപ്പ് ചെയ്തു. പക്ഷേ ഈ മൊർദെഖായിക്ക് പട്ടും വളയൊന്നും കൊടുത്തില്ല. അന്ന് കോവിഡായിട്ട് രാജാവ് ഇച്ചിരി തിരക്കിലായിരുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൊർദെഖായിയെ തകർക്കുവാൻ ഹാമാൻ ഒരു പദ്ധതി വെച്ചു. സ്തുതിക്കുന്ന യഹൂദന്, പ്രാർത്ഥിക്കുന്ന യഹൂദന്, സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന ദൈവ പൈതലിനെ തകർക്കുവാൻ ഏത് കാമാന്യ ശക്തികൾ എതിരേറ്റാലും അവസാനം എന്ത് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വോത്രം. രാജാവിന്റെ ചെവി ചെന്നിട്ട് കള്ളം പറഞ്ഞു. എന്താ? ശൂഷൻ രാജധാനിയിൽ കൊടുത്ത കത്ത്, ഇവിടുത്തെ യഹൂദന്മാരാരും നീ പറയുന്ന കൽപ്പന കേൾക്കുന്നില്ല, നീ പറയുന്ന കാര്യം അനുസരിക്കുന്നില്ല, അതുകൊണ്ട്
അവരവരെ കുടുംബം കുലമായി നീ ഹല്ലേലൂയ തീർത്ത് കളയണം. അപ്പോൾ രാജാവ് നല്ലതുപോലെ കാര്യം കേട്ടു. മലയാളം പറഞ്ഞാൽ ഈ തലേണ മന്ത്രം എന്ന് പറയുന്ന പണ്ടത്തെ ഒരു സിനിമയിൽ ഉർവശി ആരോട് നമ്മുടെ ശ്രീനിവാസനോട് പറയുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. കാര്യമെല്ലാം അങ്ങ് എഴുതി വെച്ചു. സ്തോത്രം. അപ്പോൾ രാജാവ് ഒരു കൽപ്പന ഇറങ്ങി. ശൂഷൻ രാജധാനിയിൽ ഇറങ്ങിയ കൽപ്പന, സകല യഹൂദന്മാരെയും ഛേദിച്ച് കളയേണ്ടതിന് കൽപ്പന. തീർന്നില്ല. ആ സമയത്ത് നമ്മുടെ ഹാമാൻ ഒരു പരിപാടി ചെയ്തു. ഒറ്റപ്പാലം ടൗണിൽ മൊർദെഖായിക്ക് ഒരു തൂക്കുമരം ഉണ്ടാക്കി. സന്തോഷമില്ലല്ലോ. വാട്സപ്പിനകത്ത് ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പിലും ഇട്ടു, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ മൊർദെഖായിയെ റെഡിയാക്കും, എന്നിട്ട് രാജാവിൻ്റെ ഇത് പട്ടും വളയും മേടിക്കും. ഉച്ചയ്ക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇനോവ ക്രിസ്റ്റയും വീട്ടിൽ വന്നിട്ട് അമ്മമ്മ കൊടുക്കുന്ന ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് ഈ പടം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മമ്മയുടെ പേരെന്തോ സഹോദരിമാർ ശ്രദ്ധിക്കണം, സേരസ്. നല്ല അമ്മാമ്മ. അമ്മാമ്മ പറഞ്ഞു, എൻ്റെ അച്ചായ മൊർദെഖായി ഒരു യഹൂദന, അച്ചായൻ അവനോട് കളിക്കാൻ പോയാൽ ഒറ്റപ്പാലത്ത് അവൻ തൂങ്ങും. ഉടനെ അച്ചായൻ ഞങ്ങളുടെ ഭാഷമാരുടെ ഭാഷ പറഞ്ഞു, ചുപ്പുരകോ ഷഡ് മൗത്ത് ഷഡാക്കിക്കോളാം, മിണ്ടിക്കോളാം, നിങ്ങളുടെ ഭാഷയല്ല, ഞങ്ങൾ പറയുന്ന പോലെ പറഞ്ഞു. ആ സമയത്ത് സ്വോത്രം അമ്മാമ്മ പറഞ്ഞ ഒറ്റ വാക്ക്, സേരസ് എന്ന അമ്മാമ്മയുടെ പേര്. അന്നേ ഈ പുള്ളിക്കാരൻ ഈ ഫോട്ടോയി മാറ്റി രക്ഷപ്പെട്ടിരുന്നേൽ റെഡി ആയിപ്പോന്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട്, അച്ചായന്മാരോട്, ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, ചില കാര്യങ്ങൾ സഹോദരിമാർ പറയുന്നത് കേട്ടാൽ നമ്മൾ ചക്ക കുടയുന്നത് പോലെ കുടയത്തില്ല. സ്വോത്രം. എല്ലാം കേൾക്കല്ലേ സഹോദരന്മാർ. അങ്ങനെ കേട്ട ഒരു ചെറുപ്പക്കാരൻ, ആ സിനിമാ നടൻ ദിലീപ്, ഇപ്പൊ ചക്ക കുടയുന്ന പോലെ കുടയുന്നു. സ്വോത്രം. ഇത് വേറൊന്നുമല്ല, ബാക്കി ഞാൻ പറയുന്നു. അതുകൊണ്ട് എല്ലാം കേൾക്കല് നമ്മൾ പെരുവഴിയായി പോകും. സ്തോത്രം. ചില കാര്യമൊക്കെ കേട്ടാൽ കുഴപ്പമില്ല. സ്തോത്രം. ഈ കാര്യം വന്നപ്പോൾ മൊർദെഖായി ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. സ്തോത്രം. ഏതാ? ഇസ്രായേൽ മക്കൾ മുഴുവൻ രട്ടിലും വെണ്ണീരിലും വരുന്ന ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കൊണ്ടാടി ദൈവസഭയിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതി വെച്ചാൽ, ആരൊക്കെ നിന്നെ തകർത്ത് കളയാമെന്ന് പറഞ്ഞാൽ, പട്ടണത്തിനകത്ത് നിനക്ക് ഇല്ലായ്മ ചെയ്താൽ, നിന്റെ ആരാധനയ്ക്ക് ഒരു മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ സ്തുതിക്ക് ഒരു മറുപടി തരുവാൻ. ആ സമയത്ത് സ്തോത്രം എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞത്, നിന്റെ ജനം തീരാൻ പോവുക കുഞ്ഞ്. ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ, സന്തോഷമില്ലല്ലോ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ ജനം നശിച്ചു പോകും. രാജാവിൻ്റെ മുൻപിൽ എസ്തേർ പൊൻചെങ്കോൽ നീട്ടുന്നു. ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുവാനിടയായി. കുഞ്ഞ്, 12 മണിക്കൂറും 24 മണിക്കൂർ 36 മണിക്കൂറും 72 മണിക്കൂർ പച്ചവെള്ളവും കുടിച്ച ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ട നന്മകളെ തരുവാ കൊട്ടാരത്തിന്റെ അന്തപുരത്തിനകത്ത് അടകാരഗത ബൗഡാരീക ശംധാരാധ ഇന്ന് പകരാത്രി വിശ്വാസത്തോടെ പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിക്കളഞ്ഞാൽ, നിലത്ത് കുറ്റി കെട്ടുപടകിയാൽ, വേർ പഴകി പോയാൽ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ ഗന്ധം കൊണ്ട് അതിനെ തളിർപ്പിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും, നിന്റെ ഉപവാസത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. കണ്ടോ? അപ്പോഴാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി. എസ്തേർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാജാവേ, പണ്ട് 2 പേര് നിന്നെ കൈകാര്യം ചെയ്യാൻ വന്നപ്പോഴേ ആ പാവപ്പെട്ട മൊർദെഖായി അല്ലയോ പറഞ്ഞത്. സ്തോത്രം. അപ്പം രാജാവിന് റിമൈൻഡിങ് പവർ കിട്ടി. രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്ത്, അയ്യോ പണ്ടെന്നെ കയ്യേറ്റം ചെയ്യാൻ വിദ്വാനും ധേരശും വന്നപ്പോൾ ആ വഴിയരികരുന്ന മൊർദെഖായി പറഞ്ഞു, അവന് എന്തോങ്കിലും സമ്മാനം കൊടുക്കണം. സ്തോത്രം. രാവിലെ ഹാമാൻ കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ഒരു ഒറ്റ കാര്യം പറഞ്ഞു, രാജാവ് ആദരിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ചില സമ്മാനങ്ങൾ തരാൻ പോകുന്നു. ഉടനെ വിചാരിച്ച് ഹാമാൻ വിചാരിച്ച്, ഞാനല്ലാതെ പിന്നെ ആരാ ആദരിക്കുന്നത്? പേപ്പറും പേന എടുക്കാൻ പറഞ്ഞു, നാടൻ ഭാഷ. ഉടനെ പറഞ്ഞു, ഒരു ഇനോവ പുള്ളിക്ക്. ഹാമാൻ വിചാരിച്ച് എനിക്കും ഇരിക്കട്ടെ, അമ്മാമ്മയ്ക്കും ഇരിക്കട്ടെ, 2 ഇനോവ. സന്തോഷമില്ലല്ലോ. 4 ഏക്കർ തോട്ടം ഷൊർണൂർ പറഞ്ഞു. ഉടനെ 8 ഏക്കർ തോട്ടം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പാലക്കാട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. ഹാമാൻ വിചാരിച്ചു കൊച്ചുമക്കൾക്കും ഇരിക്കട്ടെ, ബന്ധിക്കോസാരാണ്, 8 എഴുതിക്കോളാൻ പറഞ്ഞു. സ്വോത്രം. ഇതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഹാമാൻ ഒരു സംശയം, രാജാവേ ഇതാർക്ക് വേണ്ടിയാ ഈ പറയുന്നത്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഓ നമ്മുടെ ആ കൊട്ടാരത്തിന്റെ ബാധിക്കായിരുന്ന പാവപ്പെട്ട ഹല്ലേലൂയ പറയുന്ന മൊർദെഖായിക്കാണ്. സ്വോത്രം. അപ്പോഴാ ഹാമാന്റെ മുട്ടടി തുടങ്ങിയത്. സത്യം പറഞ്ഞ അവൻ്റെ പാടാൻ തുടങ്ങി. സ്വോത്രം. പ്രാർത്ഥിക്കുന്നവനോട് മറുതലിക്കാൻ പോയാൽ നിന്റെ തലമുറ വരെ തകർത്ത് കളയും സ്വർഗത്തിലെ ദൈവം. ഇന്ന് പകൽ രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? കഴുമരം ഉണ്ടാക്കിയത് ഹാമാന്, പക്ഷെ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് ആര് വിചാരിക്കണം? സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. ഇന്ന് രാത്രി
രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കഴുമരം ഉണ്ടാക്കിയത് ഹാമാന, പക്ഷെ അതിനകത്താര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, അച്ചായ അമ്മാമേ, ഞാൻ ഈ വചനമെടുത്തപ്പോൾ ആരൊക്കെ എനിക്കെതിരെ പോരാടിയാലും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ആരാധിക്കുന്ന ദൈവ പൈതലിനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ഞാൻ പറയുന്നത് അതല്ലേ, എപ്പോഴേ യുക്രൈനെ അടിച്ച് തീർക്കുമായിരുന്നു. പക്ഷേ ആരാ സെലൻസ്കി എന്ന് പറയാമോ? അവനൊരു യഹൂദനാ. സ്വോത്രം. അതുകൊണ്ട് ആ പുട്ടിൻ പറയുന്നത് ഇന്ന് ഞാൻ അവനെ കൊല്ലും. അപ്പം സെലൻസ്കി നല്ല കുപ്പായം ഇട്ട് റോഡിൽ നടക്കുക, കൊല്ലാൻ വരാം. സ്വോത്രം. അവനെ കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ എവിടെ പോകും? ഇന്ന് റഷ്യക്ക് പറ്റിയത് സാമ്പത്തിക മണ്ഡലം തകരുന്നു, ഗോതമ്പ് കയറ്റുമതി കുറയുന്നു, അതിനുശേഷം യൂറോപ്പ് അവൻ്റെ എണ്ണ കുറച്ച് മേടിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സർജി ലാവ്റോവ് വന്നത്. ഇനി അവൻ ആരെ ആക്രമിച്ചാൽ രക്ഷയുണ്ട്? ചൊർണോബ് റഷ്യയിലെ ആണവ നിലയം, ഇപ്പോൾ ഉക്രൈൻ്റെ സപ്രോഷി അവൻ്റെ കയ്യിലിരിക്കുക. ഇതെല്ലാം നടത്തണമെങ്കിൽ ആണവ നിലയത്തിനകത്ത് ഹല്ലേലൂയ ഉപയോഗിക്കുന്ന ധാതുലവണങ്ങൾ കിടക്കുന്നത് ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ആ കടൽ, ചാവുകടലിനകത്ത് 4-5 കിടപ്പുണ്ട്. തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പ്രൊട്ടറ്റീരിയം. ഇതെടുത്താൽ രക്ഷ. 2, ലോകത്തിലെ എണ്ണ മാർക്കറ്റ് സൗദി അറേബ്യയുടെ അരംകോയിൽ നിന്ന് മാറി റഷ്യക്ക് പിടിക്കണമെങ്കിൽ ഉക്രൈനകത്ത് അടിയല്ല നടക്കുന്ന ഇസ്രായേലിൽ വടക്കേറ്റത്ത് ഹൈഫ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, മറിയാമ്മച്ചിയുടെ ഗോത്രമാ ആശേർ. അവിടെ സുന്ദരമായ എണ്ണക്കിണറുണ്ട്, ഇസ്രായേൽ തൊട്ടിട്ടില്ല. അതുകൂടെ കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടും. അപ്പോൾ ഈ ആക്രമണത്തിന് ആര് പദ്ധതി വെക്ക്? റഷ്യ പദ്ധതി വെക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഷാങ്കായ് ഉച്ചകോടിക്കകത്ത് ചൈനയും അറബ് രാജ്യങ്ങളും റഷ്യയുമായി കൈകൊടുക്കുന്നു. ഈ യുദ്ധമാ അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നു. ഇനി വചനത്തിലേക്ക്. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കൂ. ഇനിയെല്ലാം ബൈഹാർട്ടായിട്ട് വചനം വായിച്ചുകൊണ്ടേ മുന്നോട്ട് പോകൂ. എസെക്കിയേൽ 39:1-2 കുഞ്ഞ് നിർത്തി വായിക്കും. നിങ്ങൾ പഠിച്ചോണ്ട് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാവും. അല്ലാതെ വചനം കേട്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സുവിശേഷം പറയണം, നിങ്ങളും ഈ അന്ത്യകാലം പ്രസംഗിക്കണം. അതിനുവേണ്ടി ഇത്രയും ക്ലിയർ കട്ട് ഞാൻ കൊണ്ടുവന്ന് വായിക്കാം. എസെക്കിയേൽ 39:1-2 വായിച്ചിട്ട് മോളെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗ് ആരാന്നറിയാമോ? വാക്യം വീട്ടിൽ ചെന്ന് വായിക്കണം. ഉൽപ്പത്തി 2. യാഫേത്തിന്റെ പുത്രന്മാരാ ഗോഗ്, മാഗോഗ്, കാദായ്, യൂബാൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് തൂബൽ. ഇതൊക്കെയാ ഉൽപ്പത്തി 2. നോഗയുടെ കൊച്ചുമക്കളാ ലോകരാഷ്ട്രങ്ങൾ. ഉൽപ്പത്തി 10 വായിച്ചാൽ മതി. എല്ലാ രാഷ്ട്രങ്ങളും ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. അടുത്ത വായിക്കാട്ട് മക്കളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തത് അവിടെ നിൽക്കട്ടെ. റോഷ് ഇന്നത്തെ റഷ്യ. USSRലെ മെയിൻ ഘടകമായിരുന്നു റഷ്യ. മോസ്കോ അതിൻ്റെ തലസ്ഥാനം. ട്രൂബൽ ടുബാസ്കോ. ട്രിവാൻഡ്രം തിരുവനന്തപുരമായി, മദ്രാസ് ചെന്നൈയായി, ബാംഗ്ലൂർ ബംഗളൂരുവായി. അതുപോലെ പഴയ നിയമത്തിൽ കാണുന്ന ഭാഗങ്ങൾ ഇന്നത്തെ റഷ്യയുടെ മോസ്കോയും ടുബാസ്കോയും അത് കഴിഞ്ഞ് റഷ്യയും എന്നിവ 3 സിറ്റിയ മേജർ എന്നിവയുടെ പ്രഭുവായ വായിച്ചാട്ട മക്കളെ. എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് റഷ്യ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്. ഞാൻ നിന്നെ വഴി തെറ്റിച്ച്. റഷ്യ ഉക്രൈൻ. അടുത്തത്. നിന്നിൽ 6 ശേഷിപ്പിച്ചു. അവിടെ നിന്ന് ചവിട്ടിയാട്ടെ. റഷ്യ 15 വെട്ടിമുറിച്ചു. അതിൽ 6 രാഷ്ട്രങ്ങളാ തൊട്ട് കിടക്കുന്നത്. താജിക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉക്രൈൻ. ഇതെല്ലാം റഷ്യയുടെ പക്കം കിടക്കുക. NNN, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉക്രൈൻ, പിന്നെ അസർബൈജാൻ. ഇതെല്ലാം ഇത് 6. ഇതെവിടെ എഴുതിയിരിക്കുന്നത്? 6 രാഷ്ട്രങ്ങൾ നിന്റെ ചുറ്റും കിടക്കും. ഇതെന്നാ എഴുതിയ? 2560 വർഷം മുമ്പ് കേബാർ നദീതീരത്തിരുന്ന പൂസിയുടെ മകനായ എസെക്കിയേൽ പുരോഹിതനെ കൊണ്ട് സ്വർഗം എഴുതിച്ച പ്രവചനമാ. കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടുമുറിക്കുമെന്ന് സഖാവ് EMSന് അറിയാമോ? സഖാവ് AKജിക്ക് അറിയാമോ? ഈ പിണറായി വിജയൻ സാറിന് അറിയാമോ? കോടിയേരി ബാലകൃഷ്ണൻ അറിയാമോ? VSന് അറിയാമോ? ഇവർക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ ഒരു മനുഷ്യ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ഈ പ്രവചനം എഴുതിയെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവൻ ഭാഗ്യവാ. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ. ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. അപ്പച്ചാമ്പച്ചി, ആകാശം മാറും, ഭൂമി മാറും, മനുഷ്യന്മാർ, എന്നാൽ തിരുവെഴുത്തില് വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. ഉയർത്തുന്ന മക്കൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും.
ഇത് പ്രസംഗിക്കുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് വായിക്കുന്നവന്റെ മക്കൾ മഹാരാജാവിന്റെ തിരുവെടുത്തിനാൽ അനുഗ്രഹിക്കപ്പെടും. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ബൈബിളും പ്രവചനവും. അടുത്ത വാക്ക് വായിച്ചോട്ടെ മോളെ. അടുത്ത വാക്ക്, വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. വടക്കേ അറ്റമാ സൈബീരിയ, സൈബീരിയോട് ചേർന്ന് കിടക്കുന്ന രാഷ്ട്രമാ സിറിയ. വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. സൈബീരിയ നേരെ ഒരു റോഡ് പോയാൽ സിറിയയുടെ ഗോലാൻ കുന്നുവഴി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. കോവിഡ് കാലം. അങ്ങനെയെങ്കിൽ ആക്രമിക്കുമോ? അതിനാസ്പദമായി വചനത്തിലേക്ക് ഇനി മുഴുവൻ കടന്നു പോകുന്നത്, ആക്രമണം നടത്തുവാൻ ഇന്നൊരു റോഡ് ഉലകത്തിൽ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ കേട്ട വല്ലവരുമുണ്ടോ? ചൈന സിൽക്ക് കോറിഡോർ. ഇതെവിടം തൊട്ട് എവിടം വരെ പോകാൻ പോകുന്നു? അന്തിമ ദിനങ്ങളിലേക്ക്. അതിനാസ്പദമായി വചനത്തിലേക്ക് വരെ യശയ്യാവ് എടുത്തോണം മക്കളെ. 2009 മുതൽ ഇന്ന് രാവിലെ പ്രസംഗം കേട്ടവർക്കറിയാം. 2009 എൻഡ് ഓഫ് ദ വേൾഡ്, ദ റാപ്ചർ. അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി നാളെ രാവിലെ. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് നിന്ന് ഒരു പാട്ട് തുടങ്ങി. ഭരണകൂടങ്ങൾ തകരുന്നു. സ്വോത്രം. പണ്ട് നമുക്ക് പാലക്കാട്ടൊരു പാട്ടില്ലായിരുന്നു? ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൽ മുഴക്കം കേൾക്കുന്നു, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ. അങ്ങനൊക്കെ പാട്ട് കേട്ടായിരുന്നു. സ്വോത്ര. സന്തോഷം ഇല്ലല്ലോ. പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ല. കുന്നംകുളം സെൻറ്ററൊക്കെ നല്ല സത്യവചനം പറയുന്ന സെൻറ്ററായിരുന്നു. ഇവിടെയും വല്ലവരും നുഴഞ്ഞു കയറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, കണ്ണൂർ ലുട്ടാപ്പിയെ പോലുള്ളവന്മാരെങ്ങാണ്ട് ഇടയ്ക്ക് ഇവിടെ വന്ന് കയറിയോ എന്ന് സംശയമുണ്ട്. സ്വോത്ര. ഇങ്ങനെയുള്ളവരെ ഒന്നും കേട്ടല്ലേ. പാട്ടും മാറും, വിശ്വാസവും മാറും. അധികം ആളില്ലേലും വേണ്ടിയല്ല. എന്തിനാ മക്കള് 40,000 പേരുമായിട്ട് നരകത്തിൽ പോകുന്നതിലും വൃത്തി. നമ്മുടെ സഭയിൽ 40 പേരുണ്ട്. പ്രത്യാശയോടെ നിത്യ വീട്ടിൽ പോയാൽ പോരെ. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. ആളെക്കൂട്ടാൻ ഞാൻ നിങ്ങളെ തൊടുന്നില്ല. ഞങ്ങളുടെ ചില പാസ്റ്റർമാർ, മന്നന്മാർ, ഞങ്ങളെപ്പോലുള്ളവർ വന്നാലൊന്നും വലിയ ഇളക്കമൊന്നും നടക്കത്തില്ല. ഇന്ന് ചില ജനറേഷൻകാരുണ്ട്. അവരെ ഒന്ന് വിളിച്ചവർ ഇളക്കം നടക്കും. അച്ചായ ഇളക്കാൻ ആളെ കൊണ്ടുവന്നാൽ സഭയിലെ പകുതിയും കൊണ്ടേ അവൻ പോകത്തുള്ളൂ. സന്തോഷം ഇല്ലല്ലോ. അങ്ങനെയല്ലയോ കുന്നംകുളത്തൊക്കെ എത്രയോ പേരെ കൊണ്ടുപോയി. ഇളക്കക്കാരെ കേട്ടല്ലേ. 2 വർഷം അവരെവിടായിരുന്നെന്ന് ഓർത്താൽ മതി. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. സത്യവചനം പറയുന്നവർ മതി മക്കള്. നിത്യതയെ പറ്റി പറയുന്നവർ മതി മക്കള്. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണ്. നമ്മുടെ നാഥൻ അവിടെ നിന്ന് വരും. സ്വോത്രം. ആ പ്രത്യാശ ഉള്ളവർ കുന്നംകുളം സെൻട്രൽ ഈ പരിസരത്തെ സഭകളിലും എഴുന്നേക്കട്ടെ. സ്വോത്രം. നിങ്ങൾക്കറിയാമോ 2019 കോവിഡ് കാലത്ത്, സ്വോത്രം, കോവിഡിന് തൊട്ട് മുമ്പിട്ട് ഞാൻ വി എ തമ്പിച്ചാനെ കാണാൻ പോകുന്നത്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാ ഡിസ്ട്രിക്ട് കൺവെൻഷനിലും ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി വിഷയമുണ്ട്. തമ്പിച്ചായൻ അവിടെ ചെന്നപ്പോൾ അമ്മാമ്മയുണ്ടായിരുന്നു. സ്വോത്രം. അവർ 2 പേര് കണ്ടിട്ട് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ പ്രസംഗിക്കുന്നത്. സ്വോത്രം. ശരിയാ. അന്നേരം തമ്പിച്ചായൻ പറഞ്ഞു, മറിയാമ്മ എന്നോട് പറയും, നീ വെള്ളം കുടിക്കാതാ നിന്ന് പ്രസംഗിക്കുന്നു. സ്വോത്രം. അവിടെ ആരും നിനക്ക് വെള്ളം തരുന്നില്ലേ? സ്വോത്രം. നീ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണം. ആ സമയത്ത് തമ്പിച്ചായൻ പറഞ്ഞ ഇതാ, മക്കളെ, ഈ കർത്താവിൻ്റെ വരവ് ആരും പറയുന്നില്ല. കുഞ്ഞെ, നീ എങ്കിലും പറയണം, ഞാൻ പ്രാർത്ഥിച്ചോളാം. സ്വോത്രം. ഭക്തന്മാരുടെ പ്രത്യാശ അതാ. ഇന്നത്തെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് സാർ എന്നെ വഴി നടത്തിയ നല്ല ഒരു പിതാവാ. കഴിഞ്ഞ ദിവസങ്ങളിൽ പേരൂർക്കട IPCയുടെ സെൻട്രൽ കൺവെൻഷന് അവസാനം ഈ പാവപ്പെട്ട എളിയാവിനെ വിളിച്ചാ പുള്ളി പ്രസംഗിച്ചത്. ഞങ്ങൾ രാത്രി ഒരുമിച്ച് സാറുമായിട്ട് ചപ്പാത്തി കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ധൈര്യമായിട്ട് പ്രസംഗിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന്. സ്വോത്രം. അങ്ങനെയുള്ള പിതാക്കന്മാരുടെ താല്പര്യം. ഇവിടെ കുറെ വീടും കാറും സമ്പത്തും അല്ല മക്കളെ. ഇതെല്ലാം ഇന്ന് ഉക്രൈനെ ഇട്ടിട്ട് ഓടിയോലെ നമ്മളും ഓടേണ്ടി ഒരു ദിനം വരാൻ പോകുന്നു. നമ്മുടെ പ്രത്യാശ ഇവിടല്ല, അക്കരെ നാട്ടിലൊരു വീടൊരുക്കി ആ വീട്ടിലെത്തണം. അതായിരിക്കണം പ്രത്യാശ. 2009 തുടങ്ങിയതാ. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൽ മുടക്ക്. തൃശ്ശൂരിൽ പൂരം നടക്കുന്നത് പോലെ ഭരണകൂടങ്ങൾ തകർന്നു. എവിടെ 2009 നടന്നത്? ഒന്നാമത്തത് ആഫ്രിക്കയില. അതിൻ്റെ ടുണീഷ്യ, അൾജീരിയ. മലയാള പത്രങ്ങളിട്ടു അറബ് വസന്തം. തീർന്നില്ല. അത് കടൽ കടന്നു. ഭരണകൂടങ്ങൾ എവിടെ തകർന്നെന്നറിയാമോ? അടുത്ത ഭരണകൂടങ്ങൾ തകർന്ന എന്താണെന്നറിയാമോ? അടുത്ത സ്ഥലമായ ഈജിപ്റ്റ്. ഹോസ്നി മുബാറക്ക് ജയിലിൽ. അത് കഴിഞ്ഞിട്ട് ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ തകർത്തു, നാട്ടുമാങ്ങ വീഴുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ജോർദാനിലെ ഹുസൈൻ രാജാവ് താഴെ പോയി. അത് കഴിഞ്ഞിട്ട് സിറിയ ഇന്ന് കത്തുന്നു. സന്തോഷമില്ലല്ലോ. യമനിന്ന് മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്ന എത്ര മലയാളികൾക്കറിയാം? കരമുയരുന്നില്ലല്ലോ ഭരണകൂടം. അത് കഴിഞ്ഞ് സുഡാൻ കത്തിയത് നിങ്ങൾ കണ്ടു. അതിനുശേഷം സൗദി അറേബ്യയിൽ ഇപ്പോൾ ബോംബ് സ്ഫോടനങ്ങൾ. ഹൂത്തി വിമതർ. കുവൈറ്റിൽ എഴുതി വെച്ചേക്കുന്നു, വി ഡോണ്ട് വാണ്ട് ഷേഖ് സഭ ഫാമിലി. ഷേഖിനെ വേണ്ട. ബഹറിനകത്ത് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക ഷേഖിന്റെ വീട്ടിൽ. ഭരണകൂടം തകർന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊടുങ്കാറ്റിന് മുമ്പിട്ട് ഒരു ശാന്തതയായിരുന്നു. എന്നാൽ കോവിഡിന്റെ മറവിൽ ഇന്നൊരു രാഷ്ട്രം വീണ് കഴിഞ്ഞു. അതിൻ്റെ പേര് അഫ്ഗാൻ. മിണ്ടുന്നില്ലല്ലോ. 20 വർഷം അമേരിക്ക കരത്തിൽ കൊണ്ട് നടന്ന അഫ്ഗാനിസ്ഥാനെ ദൈവം തീർത്ത
തീർത്തു. ഇന്ന് താലിബാന്റെ കൈകളിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെ നിന്നൊരു റോഡ് വെട്ടാൻ പോകുന്നു. ഈ റോഡ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ. ആരൊക്കെ ഈ റോഡിനകത്ത് കാണുമെന്നറിയാമോ? 1 അഫ്ഗാൻ, 2 പാകിസ്ഥാൻ, അടുത്തത് ഇറാൻ, അത് കഴിഞ്ഞ് ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന്റെ അക്കരെ ഒരുവനുണ്ട്. ഇന്ന് അറബ് രാജ്യങ്ങളുടെ തലവൻ തുർക്കിയിലെ തയ്യിബ് എർദോഗൻ. അതുവഴി 1 റഷ്യയിലേക്ക് കടക്കാം, 2 സിറിയയിലേക്ക് പ്രവേശിക്കാം. ആ തുർക്കിയിൽ നിന്ന് ഇസ്താൻബൂളിൽ നിന്ന് ഒരു സ്കെയിൽ എടുത്ത് വരച്ചാൽ ഇന്നത്തെ ചൈനയുടെ സൽക്ക് പാത ചെന്ന് നിൽക്കാൻ പോകുന്നത് ജെറുസലേമിന്റെ തെരുവീതിക്കകത്ത്. ഇതിന്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിനകത്തുണ്ടോ ഒരു വലിയ റോഡ് വെട്ട് പാലങ്ങൾ വരും അന്ത്യകാലത്ത്? വായിക്കാൻ മക്കളെ, ഇതാ പ്രവചനം, യെശയ്യാ പ്രവചനം. ബൈബിളുള്ളവരെല്ലാം എടുത്തു. ചൈനയുടെ സിൽക്ക് പാത, യെശയ്യാ പ്രവചനം 19-ാം അധ്യായം അതിന്റെ 23, 24 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 19-ന്റെ 23, 24 വാക്യങ്ങൾ. ചൈനയുടെ സിൽക്ക് പാത വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രൈമിന്റെ അറ്റത്ത് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗിന്റെ റോഡാ മിസ്രൈം, ഈജിപ്റ്റ്, അത് കഴിഞ്ഞിട്ട് സിറിയ, അശൂർ. ഈ പെരുവഴിയ ഇന്നത്തെ ചൈനയുടെ സിൽക്ക് പാത. അടുത്ത വാക്ക് അറബ് ലീഗ് ഒരുമിക്കാൻ പോവും. അടുത്തത് അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. യേശാവിന്റെ മക്കളെല്ലാം ഇസ്രയേലിനെതിരെ വരാൻ പോകുന്ന ഒരു പാതയ്ക്കകത്ത്. ഈ പെരുവഴിയ ഇന്നത്തെ ചൈനയുടെ സിൽക്ക് പാത. അടുത്ത വാക്ക് അന്നാളിൽ മിസ്രൈമ്യർ അശൂര്യരോട് കൂടി ആരാധന കഴിക്കും. ഇതാ അറബ് ലീഗ് മുഴുവൻ ഇന്ന് തുർക്കിയിലെ തയ്യിബ് എർദോഗന്റെ നേതൃത്വത്തിൽ അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു ചേരിയിൽ വരാൻ പോകുകയാണ്. അതിന്റെ പേരാ അന്തിമ യുദ്ധത്തിലേക്ക് അറബ് ലീഗിനെ കൊണ്ടുവരുന്നു. അടുത്ത വാക്ക് അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. അവിടം കൊണ്ട് നിർത്താം. ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. സന്തോഷമില്ലല്ലോ? ഇന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ അനുഗ്രഹമാണോ? എത്ര പേർക്ക് പറയാൻ പറ്റും? അവൻ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. സ്വോത്രം. ഇസ്രായേൽ ഇല്ലാത്ത കാര്യമുണ്ടോ? ദാ കിടക്കുന്നു അറബ് രാജ്യങ്ങൾ. അബ്രഹാമിന് കെതൂറയിൽ ജനിച്ച 6 രാജ്യങ്ങളെ, സൗദി അറേബ്യ, UAE, ബഹ്റൈനും, കുവൈറ്റും, ഖത്തർ, ഇവരെല്ലാം ആരോട് ചേർന്നെന്നറിയാമോ? ഇസ്രയേലിനോട് ചേർന്നു. അവനെ ഇല്ലാതെ കാര്യം നടക്കുമോ? ഇല്ല. ഇസ്രയേലിനോട്. ഇന്ന് ഇന്ത്യ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? സ്വോത്രം. ഇന്ത്യ ആരുടെ രീതിയിലാണ് പിടിച്ചു നിൽക്കുന്നത്? ഇസ്രയേൽ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം പോക്കല്ലേ. എന്താണെന്നറിയാമോ? കാർഗിൽ യുദ്ധം കേട്ട വല്ല ചെറുപ്പക്കാരുണ്ടോ? കാർഗിൽ യുദ്ധത്തിനകത്ത് പാകിസ്ഥാന്റെ സേനയെ അടിച്ചു തകർത്തത് വാജ്പേയി. ആരുടെ തോക്ക? ഇസ്രയേലിന്റെ തോക്ക അന്ന് കൊണ്ടുവന്നത്. അതിന്റെ പേരാ ടൈവർട്ടാർ 21. യെശയ്യാ പ്രവചനം 54-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്യം എനിക്ക് ഓർമ്മയില്ല, 14, 16 തീക്കൊള്ളി പോലെ ഒരു ആയുധം ഞാൻ നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ കയ്യിൽ എഴുന്നേൽപ്പിക്കും. അതാ ഇസ്രയേലിന്റെ തോക്ക്. ഈ അടുത്ത സമയത്ത് വേറൊരാക്രമണം ഉണ്ടായി, ബാലാക്കോട്ട് ഭീകരാക്രമണം. കേട്ടവർക്ക് കൈ ഉയർത്ത. പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ആരുടെ ബോംബാ ഇസ്രയേൽ അടിച്ച്? ഇന്ത്യ അടിച്ചത്. ഇസ്രയേലിന്റെ സുന്ദരമായ ബോംബ സ്പാരോ. അത് എവിടുന്ന പേര് വരുന്നതെന്നറിയാം? സക്കറിയ പ്രവചനം 10-നകത്തുണ്ട്. പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. സ്വോത്രം. ആ വാക്ക് കേട്ട് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന ബോംബ സ്പാരോ. അതാ ഇന്നത്തത്. 3. ഈ അടുത്ത സമയത്ത് ഇസ്രായേൽ തളിർക്കുമോ? അടുത്ത സമയത്ത് ചൈനയും ഇന്ത്യയായിട്ടൊരു കശപിശ ഉണ്ടായില്ലയോ? കയ്യാലമാന്തക്കം ടെലിവിഷൻ കണ്ടവർക്ക് അറിയത്തില്ലയോ? ഇന്ത്യക്കാരെ ഒരു ഡോക്ടറെ കൊന്ന് 44 ചൈനക്കാരെയല്ലയോ ഇന്ത്യക്കാർ ഞെരിച്ചു വന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നമ്മളിതൊന്നും കാണത്തില്ല. നമ്മൾ സ്വപ്നയുടെ സ്വർണം കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും ഒരിടത്തും എത്തത്തില്ല. നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നാൽ മതി. സ്വോത്രം. ഇവർക്കറിയാം. ഞാൻ ജോബി പാസ്ക്ക് അറിയാം, ആഴ്ച 4 ദിവസവും തിരുവനന്തപുരത്തുള്ളതാണ്, 3 ദിവസമാണ് ചാത്തന്നൂരുള്ളത്. നാളെ രാത്രിയും തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾക്കറിയാം ഈ സ്വപ്ന ആരാ, സുരിത ആരാ, ദിലീപ് ആരാ, ഇതൊന്നും നോക്കിക്കൊണ്ട് പെന്തിക്കോസുകാരിക്കല്ലേ. ഇതെല്ലാം ഒന്നും ചെന്നെത്തത്തില്ല. സ്വോത്രം. ഇന്നാളൊരു കൺവെൻഷൻ പോയപ്പോൾ ഒരു സെൻട്രൽ പാസ്റ്റർ എന്നോട് പറയുകയാണ്, ആൾക്കാർ കുറവാണ്. ഞാൻ ചോദിച്ചു, എന്തുവാ പാസ്റ്റർ? എല്ലാ സീരിയലിൻ്റെ മുമ്പിൽ ഇരിക്കുമല്ലോ. സ്വോത്രം. സെൻട്രൽ പാസ്റ്റർ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പോക്ക് എവിടം വരെ? അങ്ങനെയെങ്കിൽ ഗൽവാൻ, പാൻടോക്ക് ആരുമായിട്ട്? ചൈനയായിട്ട് അടി. അന്ന് ചൈന പറഞ്ഞ എന്തോ? ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്നു. ഒറ്റ രാഷ്ട്രം മുമ്പ് ഇന്നില്ല. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ തൊട്ടാൽ നീ വിവരം അറിയുന്നു. സ്വോത്രം. അപ്പം നമ്മുടെ ആൾക്കാർക്ക് റെഡിയായല്ലോ. അന്നേരമാണ് ഇന്ത്യ ഒരു റോഡ് വെട്ടി ലഡാക്കിലേക്ക്. ഇന്ത്യയുടെ നരേന്ദ്രമോദി സാർ അടക്കം. അപ്പം ആരാ സപ്പോർട്ട്? ലോകത്തിലെ ഏത് പ്രധാനമന്ത്രി ഡൽഹി പാലം എയർപോർട്ടിൽ വന്നാലും മോഡി സാർ ആരാംസെ ഉദർ ബൈറ്റേക്ക. സ്വോത്രം. വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ മോഡി സാർ ഉടനെ ചെന്ന് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകെ കറിയാച്ചനും തോമാച്ചനും. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് അത്തി തളിർത്തു കൊമ്പിളതായി. സ്വോത്രം. കഴിഞ്ഞ ദിവസം കണ്ടില്ല, 2000
2018 ഇസ്രയേലിനകത്തെ ടെല്ലവീവിൽ എൻ്റെ പരിചയമുള്ള പേരൊന്നും ഞാൻ വെളിപ്പെടുത്തത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനാ എനിക്ക് അവിടുത്തെ വിവരങ്ങൾ മുഴുവൻ ചോർത്തുന്നത്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ഒരു വാർത്ത വരുന്നു. ആരാണെന്നറിയാമോ? നമ്മുടെ രാഹുൽജി, ജോഡോ യാത്ര നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പെങ്ങള് പ്രിയങ്കാജിയുടെ വാട്സപ്പ് ഇസ്രയേൽ ചോർത്തിയെന്ന്. സ്വോത്രം. ഞാൻ ഇത് നാട് മുഴുവൻ പ്രസംഗിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞു ഇവനെന്തോ കുഴപ്പമാണെന്ന്. സ്വോത്രം. 2018 കഴിഞ്ഞ ദിവസം കിട്ടിയില്ലേ മോഡി സാറ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമിത്ഷായും കൂടെ ഇസ്രയേലിൽ നിന്ന് ഒരു സാറ്റലൈറ്റിനെ കൊണ്ടുവന്നു. അതിൻ്റെ പേര് പെഗാസസ് സോഫ്റ്റ്വെയർ. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്ര. എല്ലാം അവൻ്റെ വാർത്ത ചോർത്തിയിൽ. റേഷൻ കട അവറാച്ചാൻ രാത്രി മണ്ണെണ്ണ ചോർത്തുന്നോല് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ സകലരുടെയും വാർത്ത ഇസ്രയേലിൻ്റെ NSOയുടെ സോഫ്റ്റ്വെയർ ആര് കോടിക്കണക്കിന് രൂപ കൊടുത്ത് മോഡി സാറ് കൊണ്ടുവന്നു. അത്തി തളിർത്തു കൊമ്പിളതായി. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരനുഗ്രഹമായിരിക്കും. ഗൾഫ് രാജ്യത്ത് പോയി എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്തിയാട്ടെ. വിസ വേണ്ട. സ്വോത്രം. കരമൊന്ന് ഉയർത്തിയാട്ടെ. അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്. സ്വോത്രം. പണ്ടത്തെ കാലത്ത് ദുബായിലാകട്ടെ സൗദിയിലാകട്ടെ യഹൂദൻ്റെ ഒരു പാസ്പോർട്ടുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അറബി പറയും, വല്ലാതെ തൗക്കിയാമൽ യഹൂദി കല്ലി പറ, നീ പുറത്തയക്കാൻ പറയും. സ്വോത്രം. ഒറ്റയിടത്ത് കയറും. അതുകൊണ്ടല്ലേ നമ്മൾ മതിലിയാടി ഇസ്രായേൽ പോയത്. അതേ സ്ഥാനത്ത് ഇന്ന് ദുബായിൽ കൊച്ചുങ്ങളുണ്ട്. കുബൂസിന്റെ വില ചോദിക്കരുത്. എക്സ്പോ 2020 ഇസ്രയേലിന്റെ പതാക ഉയർത്തിക്കൊണ്ട് ദുബായ്ക്കകത്ത് അല്ലേലും അറബ് രാഷ്ട്രം ഇസ്രായേലിന്റെ പതാക ഉയർത്തിയപ്പോൾ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു, ഈ തലമുറയിൽ എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. അത്തയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഈ തലമുറയിൽ എൻ്റെ നാഥൻ വരാറ്. ഒരു വശത്ത് എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശ അന്ത്യദിനത്തിന്റെ ദൂത് കേട്ട് ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വാ. പോയതുപോലെ അവൻ മടങ്ങി വരാൻ കാലമായി. പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയ ഇന്ന് രാത്രി കൊണ്ടാടി ദൈവസഭയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ദുബായിലെ ഷേഖ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? നിങ്ങൾക്കറിയത്തില്ല. ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബൂർജ് ഖലീഫ ഇന്ന് ഇസ്രയേലിന്റെ അണ്ടറില പേടി തീവ്രവാദികളുടെ. തീർന്നില്ല. അടിനോക്കിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിയിലെ ഹൂത്തി വിമതർ ബോംബടിച്ചു. 3 പേര് മരിച്ചു. ഇന്ന് അബുദാബിയിലെ ഷേഖ് പറയുന്നത് എന്തോ, ഇസ്രയേലിന്റെ അയൺ ഡോം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു കാലത്ത് അറബി ഒട്ടകത്തെ പറ്റിയത്, മൂളിയത്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അറബ് രാജ്യക്കാരുടെ കയ്യിലിരുന്നപ്പോൾ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിയ യഹൂദ് അബ്രഹാമിന്റെ കൊച്ചുമക്കളുടെ നിലവിളിയായി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കൊടുത്തെങ്കിൽ എൻ്റെ നാഥൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയോ ഇന്ന് രാത്രി കൊണ്ടാടിയിലിരിക്കുന്നെങ്കിൽ ഈ തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുക. ഞാൻ അക്കമിട്ട് പറയുന്നു, പ്രവചനങ്ങൾ നിവർത്തിയായി. അച്ചായ അമ്മാമേ, നമ്മുടെ മൂക്കിനകത്ത് ശവപ്പെട്ടിക്കകത്ത് പഞ്ഞി വെക്കുന്നതിന് മുമ്പ്, വഴിയരികെ നമ്മുടെ ശവം വീഴുന്നതിന് മുമ്പ് ഏലിയാവ് കാറ്റിനകത്ത് എടുക്കപ്പെട്ടതുപോലെ താനൊക്കെ ദൈവത്തോട് കൂടെ നടന്ന് അവനെ പിന്നെ കണ്ടില്ല. അവൻ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടതുപോലെ മരണം കാണാതെ ഒരു തലമുറ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. അന്നാളിൽ അശൂരിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പരിപാടി ഞാൻ ഉണ്ടാക്കും. മക്കളെ, അന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. സ്വോത്രം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് എമിറേറ്റ്സിന്റെ വിമാനം ഡയറക്റ്റ് പോകുന്നു കൊച്ചി ദുബായ് ടു ഇസ്രായേൽ. തീർന്നില്ല. അടുത്തത് ഇത്യാദ്. പണ്ട് നമ്മൾ ജോർദാനിലൊക്കെ ഇറങ്ങി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് 38 വർഷം കുളക്കടവിൽ കിടന്ന രോഗി പോലായിരുന്നു സ്വോത്രം പൊക്കോണ്ടത്. ഇന്ന് അതൊന്നും വേണ്ട. കാശുണ്ട് അച്ചായ അമ്മാമെ 90,000 കൊടുത്താൽ മതി. റിയ ട്രാവൽസാരെ കൊച്ചി ടു ദുബായ് ടു ഇസ്രായേൽ. തീർന്നില്ലയോ? ഈ തലമുറ കർത്താവ് വരത്തില്ലയോ? അത്തി തളർത്തു കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ 3-ാം ഭാഗത്തിലേക്ക് സിറിയയെ ആക്രമിക്കും. സിറിയയെ ആക്രമിച്ചാൽ ഏശാവിൻ്റെ മക്കൾ ആരോട് ചേരും? മുഴുവൻ റഷ്യയോട് ചേരും. ഒരു പടക്കൂട്ടമായി അവർ ഇസ്രയേലിന് നേരെ ചെല്ലും. ജാതികൾ വിരോധമായി 3-ാം ഭാഗം ഇസ്രയേലിനെതിരെ കൂടി വരും. എവിടെ? റഷ്യയുടെ നേതൃത്വത്തിൽ ജാതികൾ വരുന്നത്. അന്തിമ യുദ്ധം. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ ബൈബിൾ കൂടെ വായിച്ചോട്ടെ മോള്. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും. അതാ ഇന്നത്തെ ഷാങ്കായ് ഉച്ചകോടി, ചൈന. അത് കഴിഞ്ഞിട്ട് അടുത്തവൻ വരുന്നുണ്ട് അഫ്ഗാന്, പാകിസ്ഥാന്, അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ കസ്റ്റഡിയിലായെന്നറിയാമോ? ഇന്ന് റഷ്യയുടെ കസ്റ്റഡിയിലായി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വായിച്ചോ.
നീ അവർക്ക് മേധാവിയായിരിക്കാം. ഇന്നത്തെ റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. കണ്ടില്ലേ? അടുത്ത വാക്ക്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. റഷ്യയുടെ മേളിൽ ഒരു സന്ദർശനം വരാൻ പോകുന്നു. അടുത്ത വാക്ക്, വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഈ റഷ്യ ഉക്രൈന്റെ അവസാനത്തെ ബാറ്റൺ എത്താൻ പോകുന്നത് എവിടെ? ഒരു രാജ്യത്തിലേക്ക് നീ വന്നു ചേരും. അടുത്ത വാക്കോടെ വായിച്ചാട്ട് മോളെ. നിരന്തരം ശൂന്യമായി അറബി ഒട്ടകം, മൂങ്ങ, മൂളി, പച്ചപ്പുഴു, 4 സാമ്രാജ്യങ്ങൾ അവരെ വെട്ടിയില്. ബാബിലോൺ, മേദ്യ പാർസ്യ, ഗ്രീസ്, അത് കഴിഞ്ഞ് റോമ. പച്ചപ്പുഴു അവരെ നക്കി, വെട്ടി എല്ലാം പ്രസംഗിക്കാൻ യോവേൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും നിരന്തരം നശിപ്പിച്ച ഒരു ദേശം. അതിന്റെ പേര് വായിക്കാം. ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം വരാൻ പോകുന്നത് റഷ്യ ഉക്രൈനുമല്ല, നിരന്തര ശൂന്യമായി ഇന്ന് പച്ച പിടിച്ചു കിടക്കുന്ന ഇസ്രായേൽ ദേശത്തത്രേ. അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ മറവിൽ ഇന്ന് രാവിലെ വന്നവർക്കറിയാം, വെളിപ്പാടിനോടനുബന്ധിച്ച് സക്കറിയാവ് ഞാൻ എഴുതിച്ചു, അന്നാളിൽ ലോകം 2 ചേരിയിൽ. അത് തന്നെ എസക്കേലും പറയുന്നുണ്ട്, 2 ചേരിയിൽ ലോകം വരുമോ? വായിക്കാം. ലോകരാഷ്ട്രങ്ങൾ ആരുടെ കസ്റ്റഡിയിലേക്ക് വരും? ഇതാ ബൈബിളിന്റെ പ്രവചനം. റഷ്യയുടെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് വരും? എസക്കേൽ പ്രവചനം 38:5-6. പഠിക്കുന്നവരെല്ലാം നോട്ട് ചെയ്യണം. ബൈബിൾ കോളേജ് പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എസക്കേൽ 38:5-6 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ. ഇന്നത്തെ ഇറാൻ, ഇസ്രായേലിനെ തകർക്കാൻ നിൽക്കുന്ന ഇറാൻ റഷ്യയുടെ കസ്റ്റഡിയിലേക്ക്. പാർസികൾ. അടുത്തത് കൂശ്യർ, ഇന്നത്തെ എത്യോപ്യ രാജ്യം. പൂത്യർ, ഇന്നത്തെ ലിബിയ രാജ്യം. ഇവരെല്ലാം റഷ്യയുടെ നേരെ. അടുത്തത് ഗോമേര, ഇന്നത്തെ ഏറ്റവും നിർണായകമായ ശക്തി തുർക്കി. അവനെ വല്ലവർക്കും അറിയാമോ? പെന്തിക്കോസുകാർ വായിച്ചില്ലേ? ഹാഗിയ സോഫിയ പള്ളി പിടിച്ചവൻ കരമുയരുന്നില്ലല്ലോ. കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പള്ളിയാ പിടിച്ചോണ്ടുപോയവൻ. ഇനി എല്ലാം പിടിക്കാൻ പോവാ. യവൻ ആരാ? തൊയ്ബർദോഗൻ സാധാരണ പുള്ളിയല്ല. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു. പേരെന്താ? സ്നാപക യോഹന്നാൻ. കരമുയരുന്നില്ലല്ലോ. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പിട്ട് അവന്റെ നിഴല ഇന്നത്തെ തുർക്കിയിൽ ആരാ? ഭരണാധികാരി തൊയ്ബർദോഗൻ. ഇനി അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും തുർക്കിയോട് ചേർന്ന് നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ. അടുത്തത് വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവനും ആരുടെ കസ്റ്റഡിയിൽ വരും? റഷ്യയുടെ കീഴിൽ വരും. അതാ ഈ കോവിഡ്. അതാ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചില്ലാത്ത ഒരു വലിയ കഷ്ടത്തിന്റെ നിറവിൽ ലോകം 2 ചേരിയിലേക്ക് വരും. അതിനുശേഷം ഇപ്പൊ ഈ ഉച്ചകോടികളെല്ലാം വരുന്നത്. തീർന്നില്ല. ഇതാരുടെ കസ്റ്റഡിയിൽ? റഷ്യയുടെ കസ്റ്റഡിയിൽ. അപ്പോൾ ഇസ്രായേലിനോട് ചേർന്ന് ഏതൊക്കെ രാഷ്ട്രങ്ങൾ വരും? പ്രവചന നിവർത്തി. അതിനാസ്പദമായി എസക്കേൽ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവെഴുത്ത്. ബൈബിൾ തുറന്നിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ. എസക്കേൽ 38:13 വാക്യം വായിച്ചാട്ട് മക്കളെ. ശെബയും ദദാനും. ഇതേതാ ശെബ എന്നറിയാമോ? ശെബാ രാജ്ഞി അഥവാ ശെബ എന്ന് പറയുന്നത് ഇന്നത്തെ യമൻ രാജ്യം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് യമനെ അമേരിക്ക കസ്റ്റഡി കൊണ്ടുവരും. എന്തിനാ കസ്റ്റഡി കൊണ്ടുവരുന്നത്? സൗദി പോയിട്ടുള്ളവർക്കറിയാം. ഞാൻ പോയിട്ടില്ല. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അരംകോ. ആ അരംകോയുടെ പ്രത്യേകത പകുതി അറബികൾക്കും പകുതി അമേരിക്കയുടെ അതിൻ്റെ പാർട്ട്ണർഷിപ്പ്. ഇന്ന് യമനിലെ ഹൂത്തി വിമതർ ഇടയ്ക്കിടയ്ക്ക് ആളില്ല ഡ്രോൺ സൗദിയിലേക്ക് അടിച്ചാൽ ഇനി സൗദിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അതിനു മുമ്പൊന്ന് തല കാണിക്കാൻ വേണ്ടിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദിയിലെത്തി. കരമുയരുന്നില്ലല്ലോ. ഇതൊക്കെ പത്രത്തിലൊന്ന് വായിക്കണം. അതിൻ്റെ അർത്ഥം ഈ യമനെ അടിച്ചാര് കയ്യിൽ കൊണ്ടുവരും? അമേരിക്ക ഇറാഖിനെ അടിച്ച് കസ്റ്റഡി കൊണ്ടുവന്നോല് ഇന്നത്തെ സൗദിയുടെ ബോർഡറായി വരുന്ന യമന് ആര് പിടിക്കുമെന്നറിയാമോ? അമേരിക്ക പിടിച്ച് സൗദിയുടെ കൈ കൊടുക്കും. അടുത്തടി നിങ്ങൾ കാണാൻ പോവുക. അതിനുശേഷം യമൻ ശബ കഴിഞ്ഞ് അടുത്തത് ദദാനാ ഇന്ന് യമനോട് ചേർന്ന് കിടക്കുന്ന രാഷ്ട്രം. അതിന്റെ പേരാ ഇന്നത്തെ ഏഡൻ. ആഫ്രിക്കയോട് ചേർന്ന് വരുന്ന ഏഡൻ. ഈ റൂട്ട് നേരെ പോകുന്നത് ഈജിപ്തിലേക്കാ. ശെബയും ദദാനും യമനും ഏഡനും കഴിഞ്ഞാൽ അടുത്ത ബോർഡറായി ഈജിപ്റ്റ്. അവിടുന്ന് ഇസ്രായേലിനെ സുഖമായിട്ട് അടിക്കാം. ഇതൊക്കെ ചൈനയുടെ സിൽക്ക് പാത വഴി അന്ത്യദിന യുദ്ധം. അടുത്ത വായിച്ചാട്ട് അടുത്ത വാക്ക്. തർശീശ് വർത്തകന്മാർ. തർശീശ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലം എഴുതിയിട്ടുണ്ട്. തർശീശ് കപ്പലുകൾ. തർശീശ് വർത്തകന്മാർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങളെയോ ഇസ്രയേലിനോട്. അതാ ഈ കോവിഡ് കാലത്ത്
അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 യൂറോപ്യൻ യൂണിയൻ. ഇവന്മാരെല്ലാം സംസാരിക്കുന്ന ഇംഗ്ലീഷാണ്. ഈ തർശീസുകാർ ഇവരിപ്പോൾ ആർക്കാ സപ്പോർട്ട് കൊടുക്കുന്നത്? റഷ്യക്കാന്നോ ഉക്രൈനാ ഇവർ മൊത്തം സപ്പോർട്ട് കൊടുക്കുന്നത്? സ്വോത്രം. ഇപ്പൊ കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഇതുകൊണ്ട് അവർ അന്തിമ യുദ്ധം വരുമെന്ന് പറയുന്നത്. തർശീസ് വർത്തകന്മാരും അതിന്റെ നടുവിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിലെ സകല ബാലസിംഹങ്ങൾ വ്യവസായികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രങ്ങൾ. ഇന്ത്യയെ പറയുന്നില്ല. അതിലൊന്ന് ജപ്പാൻ. അവൻ ചൈനയ്ക്കെതിരെ, അവൻ അമേരിക്കയുടെ കൂടെ നിൽക്കത്തുള്ളൂ. 2 ഇന്നത്തെ മൈക്രോചിപ്പിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ തൈവാൻ. അവനെ അടിക്കാൻ ചൈന നിൽക്കുക. ആ ചൈനയ്ക്കെതിരെ നിൽക്കുന്ന തൈവാനും ആരുടെ കൂടെ കയറും എന്നറിയാമോ? അമേരിക്കയുടെ കൂടെ കയറും. ലോകം 2 ചേരിയിലായല്ലോ. ഇന്ന് രാത്രി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുത്ത വാതിൽക്കലായി. ഇന്ന് രാത്രി കൊണ്ടാടി ദൈവസഭയെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പൗലോസ്ലീഹ ചൊല്ലിയതുപോലെ രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. നീതി സൂര്യൻ ശോഭയോട് തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇതൊക്കെ അന്ത്യകാല പ്രവചനങ്ങൾ. അങ്ങനെയെങ്കിലും ഒരു ആക്രമണം വരുമോ? എങ്ങനെ ആക്രമണം വരും? 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ തീരും. വായിക്കാം. എവിടെ ആക്രമണം? എസെക്കേൽ പ്രവചനം 38-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എസെക്കേൽ 38, 15, 16 വാക്യങ്ങൾ. ആക്രമണം നടക്കുമോ? ആരെ ആക്രമിക്കും? എസെക്കേൽ 38, 15, 16 വാക്യങ്ങൾ വായിക്കാം മക്കളെ. നീയും നിന്നോട് കൂടെ. റഷ്യ. അടുത്തത് പല ജാതികളും അറബ് ലീഗ്. അടുത്തത് ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹം മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ, സിറിയയിൽ നിന്ന് തന്നെ വരും. എവിടത്തേക്ക്? അടുത്ത വാക്ക്. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. അടുത്തത് ഗോഗേ. വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, എന്നെ വിശുദ്ധീകരിക്കും. അപ്പോൾ അടുത്ത വാക്ക്. അവർ എന്നെ അറിയുന്നതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. അവർ കുത്തിയവങ്കലേക്ക് നോക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ 5 കോടതികൾ മാറി 5 കോടതികൾ 7 പ്രാവശ്യം മാറി വിസ്തരിക്കുമ്പോൾ ഒരു കൂട്ടിനകത്ത് ഒരു പാപവും ചെയ്യാത്ത നമ്മുടെ നാഥ്, മറുകൂട്ടിനകത്ത് ആന്റിക്രൈസ്റ്റിന്റെ നിഴലായ ബറബാസ്, യഹൂദ മക്കൾ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞ എന്താ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ശാപം പിടിച്ചു വാങ്ങി. സ്വോത്ര. അവർ കുത്തിയവങ്കലേക്ക് നോക്ക്. അന്നാളിൽ ഒരു മേഘം പോലെ എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. എന്താ മേഘം? ഇയ്യോബ് പറയുന്ന പോലെ മിന്നലുള്ള മേഘമല്ല, കാർമേഘമല്ല. മേഘത്തിന്റെ പ്രൊഫറ്റിക് ലാംഗ്വേജ് എന്താണെന്നറിയാമോ? യുദ്ധവിമാനങ്ങൾ. കരമുയരുന്നില്ലല്ലോ. എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഇൻഡിഗോയൊക്കെ കള്ളറാമാമ്. നേവിയുടെ വിമാനം, അതുപോലെ എയർ ഷോ നടക്കുമ്പോൾ പോണം എയർഫോഴ്സിന്റെ വിമാനം, ഇതെല്ലാം ചാരക്കള്ളർ വിമാനമാണ്. ഇത് പറഞ്ഞ എന്താ? 2590 കൊല്ലം മുമ്പ് എസെക്കേൽ പറഞ്ഞ് അന്ന് അറ്റ്ലസ് സഹോദരന്മാർ ഒരു സൈക്കിൾ പോലും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ പ്രവചനം എത്ര ക്ലിയർ. എന്നാ വിമാനം കണ്ടുപിടിച്ച് 1903 അമേരിക്കയിൽ അരിസോണയിലെ 2 ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചത്. റൈറ്റ് സഹോദരന്മാർ. അങ്ങനെ വല്ലതും കേട്ടവരുണ്ടോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും ഇല്ലല്ലോ. എർബിയിലും ഓർബിയിലും സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. പള്ളിക്കൂടത്തിൽ പോയപ്പോൾ മാങ്ങ എറിയാൻ പോകരുത്. ഇതൊക്കെ പഠിച്ചിരിക്കണം. നല്ല കാര്യം. സ്വോത്രം. ഇതിന്റെ പേരാ റൈറ്റ് സഹോദരന്മാർ. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മേഘം പോലെ നീ മഴക്കോൾ പോലെ കയറി എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. സ്വോത്രം. 58 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന. ഇസ്രായേൽ ആരാ? 2.5 ഡിസ്ട്രിക്റ്റ് വലിപ്പമുള്ളതാ ഇസ്രായേൽ. അതിനകത്ത് ഇന്ന് 1 കോടി, ഇനി കുറെ നാൾ കഴിഞ്ഞാൽ 2 കോടി. അപ്പൊ ഇത്രയും രാജ്യങ്ങൾ, 21 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിലവൻ കിടക്കുക. അമേരിക്ക എന്ന് ഇസ്രായേലിൽ പോകണമെങ്കിൽ
പോകണമെങ്കിൽ ഏകദേശം 8 മണിക്കൂർ, നോൺ സ്റ്റോപ്പ് ആണെന്ന് ചിലപ്പോൾ 6 മണിക്കൂർ. ബ്രിട്ടനിൽ നിന്നും വേണം കുറേ സമയം. ബോംബെയിൽ നിന്ന് പോകണമെങ്കിൽ 5.25 മണിക്കൂറാണ് നോൺ സ്റ്റോപ്പ്. ഇന്ത്യയുടെ സഹായം പോലും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ തന്നെ എത്രയാ 5872 ആറ്റമായത് എന്ന് റഷ്യയുടെ കയ്യിലുണ്ട്. സാധാരണ ഒന്നുമല്ല, അറബ് രാജ്യങ്ങളിലും ബാക്കി ഇഷ്ടം പോലെ ഇരിക്കുക. യവന്മാരെല്ലാം കൂടെ യുദ്ധവിമാനവുമായിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ കയറിയ ഒരു രാത്രി നമ്മൾ കണ്ടില്ലേ? ഉക്രൈൻ്റെ പട്ടണമായ കീവ്, കാർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ 800 ഫ്ലൈറ്റ് ആ ഒറ്റ രാത്രി കയറിയത് റഷ്യന്ന്. അതുപോലെ സാമ്പിൾ പോലെ ഇസ്രയേലിൻ്റെ മണ്ടയ്ക്ക് റഡാറിനെ കടത്തി വെട്ടിക്കൊണ്ട് അറബ് രാജ്യങ്ങളുടെയും അതിനുശേഷം റഷ്യയുടെ സേന കയറിയാൽ അവന് പിടിച്ചിരിക്കാൻ പറ്റുമോ? അന്നാളിൽ അവർ കുത്തിയവങ്കലേക്ക് നോക്കും. ആര് യുദ്ധമേറ്റെടുക്ക? നമ്മുടെ കർത്താവ് യുദ്ധമേറ്റെടുക്ക. ഹല്ലേലൂയ. അവൻ കണ്ണുനീരിനെ മറികടക്കുമോ? അവൻ നിലവിളിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ കൈവിടുമോ? അന്നാളിൽ യുദ്ധം ആരേറ്റെടുക്കും? സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കും. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ നടക്കും? നാളെ നടക്കൂ? മറ്റന്നാൾ നടക്കൂ? ഇതൊന്നുമല്ല. യുദ്ധം എപ്പോൾ നടക്കുമെന്ന് എസക്കേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കും മോള് എസക്കേൽ പ്രവചനം 21 അധ്യായം 26, 27 വാക്യങ്ങൾ. എസക്കേൽ ചാപ്റ്റർ 21 വേഴ്സ് 26, 27. യുദ്ധം എപ്പോൾ നടക്കും? വായിച്ചോട്ടെ മക്കളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഈ ഭരണകൂടത്തിനെയായി കിരീടം എന്ന് പറയുന്ന മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അടുത്ത വാക്ക്, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. കണ്ടില്ലേ? ഭരണകൂടത്തിലെ നേതാക്കൾ മാറുന്നല്ലോ. ആരാ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി സാർ. വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണോ? നെഹ്റു കുടുംബം, രാജീവ് കുടുംബം ആണോ? അല്ല. ഗുജറാത്തിൽ ഓടുന്ന തട്ടുകടക്കകത്ത്, ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ച വ്യക്തി 135 കോടി ജനത്തെ ഭരിക്കുന്നു. ഇന്ത്യ മിണ്ടുന്നില്ലല്ലോ. പണ്ട് കോട്ടയം ഉഴവൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ദരിദ്ര നാരായണനായ ഒരു KR നാരായണൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആരായി? ഇന്ത്യയുടെ പ്രസിഡന്റായി. താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്തു. തീർന്നില്ല. അത് കഴിഞ്ഞ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഒരു വലിയ ബ്രാഹ്മണ കുടുംബത്തിലെയല്ല, നായർ കുടുംബത്തിലെയല്ല. കണ്ണൂരിലെ പിണറായിൽ ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരുവനായി ജനിച്ചവൻ രണ്ടാമത് ടേമും ഇന്ന് കേരളത്തെ ഭരിക്കുന്നു. സന്തോഷമില്ലല്ലോ? ഇങ്ക പക്കത്തെ പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ. അങ്ങ് മുന്നാടിയിരുന്ന പെരിയവർ ആരായിരുന്നു അറിയാം? മുതലമച്ചർ. ആരായിരുന്നെന്നറിയാവോ? പനീർ സെൽവം. കേട്ടിരിക്കതാ? അവരാരായിരുന്നു? അണ്ണാടിഎംകെ ഓഫീസിൽ ടീ പോട്ടവൻ, തമിഴ്നാടിൻ മുഖ്യമന്ത്രി. സന്തോഷമില്ലല്ലോ? അമേരിക്കയിൽ ആരായിരുന്നു? വൈറ്റ് ഹൗസിൽ കയറി ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റായി. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ ചെന്ന ബ്ലാക്ക് മാൻ ബരാക് ഒബാമ. സന്തോഷം ഇല്ലല്ലോ? അപ്പം ബൈബിള് റെഡിയായില്ലേ? ഞാൻ താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്ത്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഒരധകൃത കുടുംബത്തിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച വ്യക്തി ഇന്ത്യയുടെ പ്രസിഡന്റായി. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് ആരാ? ദ്രൗപദി മുർമു. കേട്ടവരേതാ? പാലക്കാട് അട്ടപ്പാടി കുടുംബത്തിൽ ഒരു ട്രൈബലിന്റെ ഇടയ്ക്കിൽ ജനിച്ചതുപോലെ ഒറീസയിൽ നിന്ന് ട്രൈബൽ കുടുംബത്തിൽ നിന്ന് ഒരു ടീച്ചറായി റിട്ടയർ ചെയ്ത ഒരു സഹോദരി ഇന്ത്യയെ ഭരിക്കുന്നു. ബൈബിൾ അവൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നതിനെ ഉയർന്നതിനെ താഴ്ത്തും. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം എത്ര ക്ലിയറായെന്നറിയാമോ? ഇതെന്തിനു വേണ്ടിയോ? ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി. അടുത്ത വാക്ക് കുഞ്ഞു വായിക്കുന്നത് അക്കമിട്ട് പഠിക്കണം. ഞാൻ ഇത് കാണാതെ പറയാം, പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞിന് വാക്യം കൊടുത്തിരിക്കുന്നത്. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. അങ്ങനെ ഞാൻ അതിനെ ഉന്മൂലനാശം. ഒന്നാമത്തെ ഉന്മൂലനാശം 1914 മുതൽ 17 വരെ. വീണ്ടും കുഞ്ഞാ ബൈബിൾ രണ്ടാമത്തെ വായര് ഉന്മൂലനാശം. അത് രണ്ടാം ലോകമഹായുദ്ധം 1939-45. അടുത്ത വാക്ക് വായിച്ചിട്ട് മോള്. ഉന്മൂലനാശം വരാൻ പോകുന്നു. ഇവർ ഭരണത്തിൽ വരുമ്പോൾ മൂന്നാമത് ലോകമഹായുദ്ധം ഈ തലമുറയിൽ വരാൻ പോകുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇസ്രയേലിന്റെ വിഷയത്തിൽ ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ. അടുത്ത വാക്ക്. അതിനാ നമ്മുടെ സുവിശേഷം. എന്നാൽ അടുത്ത വാക്കൂടെ വായിച്ചിട്ട് മോളെ. അതിന് അവകാശമുള്ളവൻ വരുവോളം കരമുയർത്തിയാട്ടെ. ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വെടിയൊച്ച ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ അവകാശമുള്ളവൻ മധ്യാകാശത്തിൽ വരാറായി
കൊണ്ടാടി ദൈവസഭയെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പ് ഒരുങ്ങിക്കൊള്ളുക. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമപാത്രമാക്ക്. 2, അതിനെ ഒരു ഭാരമുള്ള കല്ലായി വെക്ക്. അറബ് ലീഗ് റഷ്യയുടെ നേതൃത്വത്തിൽ സകല ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. 4-ാം ഭാഗം ഒരു 15-18 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും, ശ്രദ്ധയോടെ. അങ്ങനെയെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആരൊക്കെ ഇസ്രയേലിന് നേരെ വരാൻ പോകുന്നത്? യോവേൽ എടുക്കാം. ബൈബിൾ പ്രവചനം അറബ് രാജ്യങ്ങൾ വരുമോ? യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 9-11 വാക്യങ്ങൾ എടുത്താട്ട് മക്കളെ. ആര് വരും? ഈ യുദ്ധം എവിടെ നടക്കും? യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ. യോവേലിന്റെ പ്രവചനം 3, 9, 11 വാക്യങ്ങൾ വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ. അടുത്തത് വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങിക്കൊള്ളുവിൻ. മതി. ഈ വിശുദ്ധ 11 എടുത്തേക്കണേ. ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു കൂട്ടരേ ഉള്ളു. സ്വത്രം അവരാ ഇസ്ലാമിക സഹോദരങ്ങൾ. അതിനവർ പറയുന്ന ജിഹാദ് കരമുയരുന്നില്ലല്ലോ. അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ, തുർക്കിയുടെ തൊയ്ബർദോഗന്റെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സഹിതം ആരുടെ കസ്റ്റഡിയിലേക്ക് വരാൻ പോകുന്നു? റഷ്യയുടെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നു. ഈ യുദ്ധം എവിടെ നടക്കും? യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. യോവേൽ 3-ന്റെ 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചുറ്റുമുള്ള സകല ജാതികളുമേ ബന്ധപ്പെട്ടു വന്നുകൂടുവിൻ. അടുത്തത് യഹോവ. അടുത്തത് യഹോവ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാകട്ടെ. അടുത്ത വാക്ക് ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. അന്തിമ യുദ്ധം യഹോശാഫാത്ത് താഴ്വരയിൽ. അതാ ഒലിവുമലയോട് ചേർന്ന് അടുത്ത ദിക്കിലേക്ക് പോകുന്ന താഴ്വര, ദ വാലി ഓഫ് റിഫ്റ്റ്, അഥവാ യുദ്ധത്തിന്റെ താഴ്വര, യഹോശാഫാത്ത് താഴ്വര. ഈ യുദ്ധം നടക്കുന്ന ടെല്ലവീവിലല്ല, ജെറുസലേമിലല്ല. ജാതികൾ ഉണർന്ന് വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങിക്കൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ ഇത്രയും അറബ് രാഷ്ട്രങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഈ ഇസ്രയേലിന് വരുമ്പോൾ അവന് രക്ഷയുണ്ടോ? അവർ കുത്തിയ വങ്കലേക്ക് നോക്ക്. അവരുടെ നിലവിളി സ്വർഗം കാണ്. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. ആരാ? നമ്മുടെ സ്വർഗത്തിലെ ദൈവം നിലവിളി കേൾക്കുന്ന ദൈവം. ഇവിടെ പാലക്കാട് ഒരുപാട് ലബോറട്ടറികളുണ്ട്. എന്താ ലബോറട്ടറികൾ എന്നറിയാമോ? സ്വോത്ര ഇന്ന് മനുഷ്യന്റെ തലമുടി ടെസ്റ്റ് ചെയ്യും, സ്കിൻ ടെസ്റ്റ് ചെയ്യും, നഖം വരെ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി ഉണ്ട്. എന്നാൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ലബോറട്ടറി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്ത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം വാനവും ഭൂമിയും നിർമ്മിച്ച യഹോവയിങ്കൽ നിന്ന് വരും. അങ്ങനെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ടോ? പഴയ നിയമത്തിൽ അടിമ വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടി. അവൻ്റെ പേരാ മോശ. അമ്മയും ഹല്ലേലൂയ സഹോദരി മിര്യാമും ഒക്കെ കുറേ ദിവസം അവനെ ഒളിച്ചു വളർത്തി. പിന്നത്തതിൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ വെക്കാൻ പറ്റത്തില്ല. അവനെ ഒരു ഞാങ്ങട പെട്ടിക്കകത്ത് നൈൽ നദിക്കകത്ത് ഒഴുകി വിട്ടു. ഇടിവിൽ ആര് നിൽക്കുന്നു? അമ്മ നിൽക്കുന്നു. സ്വന്തം സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ മിര്യാം നിൽക്കുന്നു. അവരുടെ കരച്ചിൽ സ്വർഗം കേട്ടു. അത് കഴിഞ്ഞ് 3 മാസം പ്രായമുള്ള 4-5 കിലോ തൂക്കമുള്ള കുഞ്ഞ് ഞാങ്ങട പെട്ടിക്കകത്ത് ഹല്ലേലൂയ ആ പ്രളയത്തിനകത്ത് കുലുങ്ങിയപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുവാൻ തുടങ്ങി. വാഗ്ദത്തമുള്ളവൻ ചെങ്കടലിൽ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങി. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തതോ. കണ്ണുനീരോടെ നീ നിലവിളിക്കുവാൻ തയ്യാറുണ്ടായ അന്തഃപുരത്തിനകത്ത് പ്രവർത്തിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. മക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ മക്കൾ ഈ ഭാരതപ്പുഴയെ കുളിക്കാൻ വരുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ ഇവിടെ ഭാരതപ്പുഴയെ കുളിക്കാൻ വരുമോ? പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലം ആരുമില്ല. വാഗ്ദത്തമുള്ളവൻ കടലിനകത്ത് നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ, നൈൽ നദിയുടെ ആഴങ്ങളിനകത്ത് അവൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ, ഇടിവിൽ മിര്യാം നിലവിളിച്ചപ്പോൾ, ഫറവോന്റെ കൊട്ടാരത്തിനകത്തുനിന്ന് അവൻ്റെ പുത്രിയെ പെട്ടകത്ത് ചുമക്കുക കുളിക്കടവിലെ കഴിച്ചവനാ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. ഇന്ന് രാത്രി 2ാമത് രാത്രി പറയണം, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി പറയണം മക്കള്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഇന്ന് രാത്രി ഉണ്ടോ? സ്വോത്രം. അങ്ങനെയെങ്കിൽ
ഒരു മോശക്കുഞ്ഞിന്റെ നിലവിളിയുടെ മുൻപിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്തുനിന്ന് കുളിക്കടവിലേക്ക് മകളെ അയച്ച് ആ ഞാങ്ങണപ്പെട്ടിയെ ചുമന്ന് പെട്ടകത്തിനകത്ത് കൊണ്ടുപോയി 40 കൊല്ലം അവിടെ അവനെ നിർത്തിയെങ്കിൽ അതേ സർവശക്തനായ പിതാക്കന്മാരുടെ ദൈവം ഇസ്രയേലിന്റെ കണ്ണുനീര് കണ്ടിട്ട് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ സ്വർഗത്തിന്റെ കരം വെളിപ്പെടും. എന്താ യുദ്ധം? ഭാരമുള്ള കല്ലായി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാണാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ? യെസക്കേൽ പ്രവചനം 38-ാം അധ്യായം 19-20. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം, ദ ഡേ ഓഫ് ലോർഡ്. വായിക്കാം മക്കളെ, യെസക്കേൽ 38-19-20 വാക്യങ്ങൾ വായിച്ചട്ടെ. അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അപ്പൊ സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. ഇത്രയും പേർ വരുമ്പോൾ ഇസ്രായേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. ഈ ഭൂകമ്പത്തിന്റെ പ്രതിധ്വനി 4 കാര്യങ്ങൾ വായിക്കാം. 1, ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. 1, ഭൂകമ്പമുണ്ടായാൽ അത് കരയെ മാത്രമല്ല കടലിനകത്തും ഭൂകമ്പം ഉണ്ടാകും. അതിന്റെ പേരാ സുനാമി. വല്ലവരും കേട്ടോ? കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമ. കടലിനകത്തും ഭൂകമ്പം ഉണ്ടാവും. അങ്ങനെ കടലിലെ മത്സ്യം അയിലയല്ല, മത്തിയല്ല, നെയ്മീനല്ല, സകല കപ്പൽ പടയും ഭൂകമ്പത്തിൽ തകരും. സ്വോത്രം. സുനാമിയിൽ എത്ര കപ്പലുകൾ തകർന്നു? നമ്പർ 1 ലോകരാഷ്ട്രങ്ങളുടെ കപ്പൽ പട അക്കോബായിലും സൂയസിലും ചെങ്കടലിലും കിടക്കുന്ന റഷ്യയുടെ സഖ്യസേനയുടെ സകല പടകൾ അന്നത്തെ സുനാമി തിരയിൽ കടലിലെ ഭൂകമ്പത്തിൽ തകരും. 1. രണ്ടാമത്തെ വാക്ക് വായിക്കാം. ആകാശത്തിലെ പറവയും. ആകാശത്തിലെ പറവ കഴുകനല്ല, ചിറകല്ല, ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഇസ്രയേലിന് നേരെ വരുന്ന പോർ വിമാനങ്ങൾ. ഭൂകമ്പമുണ്ടായാൽ ഈ റഡാർ സംവിധാനം തകരും. മിണ്ടുന്നില്ലല്ലോ. ഭൂകമ്പമുണ്ടായാൽ റൺവേ ക്ലിയർ ആകത്തില്ല, അതെല്ലാം പൊട്ടിപ്പിളരും. ബോംബിടാൻ വരുന്ന വിമാനങ്ങൾ ഒന്നുകിൽ ഫ്യൂവൽ തീർന്ന് ആകാശത്തിൽ നിന്ന് കത്തിയമരും, അല്ലെങ്കിൽ താഴെ ഇറങ്ങാതെ തറയ്ക്കകത്ത് വീണ് അത് കത്തും. അതിന്റെ പേര് ആകാശത്തിലെ പറവ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. കാട്ടിലെ മൃഗം. അന്ന് വരെ കാട്ടിനകത്തിരിക്കുന്ന തീവ്രവാദികൾ. മിണ്ടുന്നില്ലല്ലോ. ഇന്ന് കാട്ടിനകത്ത് ഇഷ്ടം പോലെ തീവ്രവാദികൾ ഇരിപ്പുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞില്ലയോ, അവരെല്ലാം പുറത്തു വരും. ഇവിടെ എറണാകുളം മഹാരാജാസ് കോളേജ് ഒരു പയ്യനെ കൊന്ന്, അവന്റെ പേര് അഭിമന്യു. അതിലെ 4 കേസിലെ പ്രതികള് പോലീസും പിടിച്ചില്ല, രാഷ്ട്രീയക്കാർ ഒത്തു കളിക്കുക. ഞാനിതെല്ലാം പറയും, അന്വേഷിക്കുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ആ സമയത്ത് എല്ലാവരും പറഞ്ഞ് അവിടം വിട്ടുപോയി ഇവിടം വിട്ടുപോയി. ആ സമയത്തായി കോവിഡ് അടിച്ചപ്പോൾ ഇവന് വീട്ടിൽ ഇരിക്കാൻ വയ്യ. സ്വോത്രം. അവൻ നേരെ ഇവിടെ വന്ന് കൊച്ചി കോടതി വന്നിട്ട് പറഞ്ഞു, സാറേ അഭിമന്യുവിനെ കൊന്ന ഞാൻ ആ ചികിത്സ വേണമെന്ന്. സ്വോത്രം. അതുപോലെ ഈ ലോക മഹായുദ്ധം നടക്കുമ്പോൾ യവന് കാട്ടിനകത്തിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ പേരാ ഇന്നത്തെ അണിയറയ്ക്കകത്തിരിക്കുന്ന സകല തീവ്രവാദികൾ പുറത്തു വരും, നിൽക്കാൻ പറ്റത്തില്ല. അതിനാ പറയുന്നത് കുഞ്ഞാടിന്റെ കോപ ദിവസം, ദ ഡേ ഓഫ് ലോർഡ്, വരുവാനിരിക്കുന്ന കോപ ദിവസം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സമുദ്രത്തില്, അത് കഴിഞ്ഞിട്ട് ഭൂമിയില്, നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. നിലത്തിഴയുന്ന ഇടജാതി, അതിന്റെ പേരാ ഇന്നത്തെ CISF, BSF, ആർമി, മിലിറ്ററി മുഴുവൻ. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും. ലത്തൂരിലും ഹെയ്ത്തിയിലും കോങ്കോയിലും ഒക്കെ ഭൂമിയുടെ മേളിൽ നിൽക്കുന്നവർ കിടങ്ങിനകത്ത് വീഴുന്നവര് നിലത്തിലെ ഇടജാതിയൊക്കെയും. വായിച്ചാട്ട് മക്കളെ. ഭൂതലത്തിലെ സകല മനുഷ്യരും ഈ അന്തിമ യുദ്ധത്തിൽ വായിക്കാം, എന്റെ സന്നിധിയിൽ വിറയ്ക്കും. അതിന്റെ പേരാ കുഞ്ഞാടിന്റെ കോപ ദിവസം. അന്നാളിൽ ജെറുസലേമിന് ഞാൻ ഒരു പരിഭ്രമപാത്രം, 2 ഭാരമുള്ള കല്ല്, 3 സിറിയ ആക്രമിച്ചാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ലോകജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. 4 അതിനെ തൊടുന്ന സകലരും കഠിനമായി മുറിവേൽക്കപ്പെടും. ഈ 4 കാര്യം ആകാശത്തിലെ വിമാനം, കപ്പൽ പട, സമുദ്രത്തിൽ ഓടുന്ന ഹല്ലേലൂയ നേവി, എയർലൈൻ മുഴുവൻ അവസാനിക്കുമല്ല. തീവ്രവാദികൾ മാത്രമല്ല, പട്ടാളക്കാർ മുഴുവൻ നിലത്തിനകത്ത് വേദനയോടെ മരിക്കുന്ന കാലം. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. മലകൾ ഇടിഞ്ഞു പോകും, സകലതും ഈ ഭൂകമ്പത്തിൽ തകരും. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ?
അതാ നമ്മുടെ സുവിശേഷ പ്രസംഗം. സ്വോത്ര, ഇതാ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് വരച്ചു കാട്ടി. ഇന്നലെ മുതൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ഇന്ത്യയിൽ ഒരു സംവിധാനം വരുന്നത് അഗ്നിപഥ് അഗ്നിവീർ. അങ്ങനെ കേട്ടവരുണ്ടോ? 5 വർഷത്തെ മിലിറ്ററി അഗ്നിപഥ് അഗ്നിവീർ. കരം ഉയരുന്നില്ലല്ലോ. പലർക്കും ഈ കരം ഉയർത്താൻ പേടിയുണ്ട് പാസ്റ്റർ. സ്വോത്ര, ഇനി ഞാൻ പടം എടുക്കുമെന്ന്. സ്വോത്ര, എൻ്റെ ജോലി പടം എടുക്കുന്നതല്ല. പിന്നെ പലരും വിചാരിക്കും ഇനി ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതെന്ന്. എൻ്റെ മക്കളെ, ഇത് എൻ്റെ ജോലിയല്ല. നിങ്ങൾ ഈ മനസ്സിലാക്കുന്നതെന്ന് അറിയാനായി കരം ഉയർത്തുന്ന. സ്വോത്ര, ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ മുഴുവൻ വന്ന അഗ്നിപഥ് അഗ്നിവീർ, അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിന്നും ഈ അന്തിമ യുദ്ധത്തിന് വേണ്ടി ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നു. 10 lakhs military after 5 years modified in India government. The advice of Israel, ശ്രീ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എല്ലാവരും റോഡിൽ കടന്ന് ബഹളം ഉണ്ടാക്കിയില്ല മിലിറ്ററി. പക്ഷേ അവർ പറഞ്ഞ് ഇത് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. സ്വോത്രം, അതിൻ്റെ അർത്ഥം പട്ടാളത്തെ സ്ഥിരസേവനമല്ല. 5 വർഷം തികച്ചാൽ അവരുടെ ഡീറ്റെയിൽ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കും. ഒരത്യാവശ്യം ഉണ്ടായാൽ സെൻട്രൽ കൺവെൻഷന് ഭാഷന്മാരെ വിളിക്കുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ് വിളിക്കുമ്പോൾ സ്റ്റഡി. ഇന്ന് നിങ്ങൾ പത്രം വായിക്കണം. പുടിൻ പറഞ്ഞു 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർ റഷ്യ വിട്ടു പോകരുത്. അവർ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചാൽ ഒരു അർജന്റ് ഘട്ടത്തിൽ സ്റ്റാൻഡ് ബൈ. അതിനു വേണ്ടിയാ ഇന്ന് അഗ്നിപഥ് അഗ്നിവീർ. നേരെ ഇന്ത്യക്കാർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ? പങ്കെടുക്കും. വായിക്കാം, കള്ള ഒന്നും പറയത്തില്ല. അന്തിമ ദിനങ്ങൾ എസെക്കിയേൽ പ്രവചനം 39:8-9 ആ ദിനം. സ്തോത്രം. അതുകൊണ്ടാ മലാക്കി പറഞ്ഞ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകുക. വായിക്കാം, മലാക്കി ഇതിന്റെ എസെക്കിയേൽ 39:8-9 വായിച്ചാട്ട് മക്കളെ. ഇതാ അത് വരുന്നു, ഇതാ അത് വരുന്നു. അടുത്തത് അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സ്വർഗത്തിന്റെ അരുളപ്പാട്. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ റഷ്യ ഉക്രൈൻ ഈറ്റുനോവിന്റെ ആരംഭം. അടുത്തത് ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഡേ ഓഫ് ലോർഡ്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. അടുത്തത് ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ. ഈ വാക്ക് എല്ലാരും കേട്ടോണം. ഇന്ത്യക്കാര് പങ്കെടുക്കുന്നു. ഇസ്രായേലിന്റെ മണ്ണിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. ഈ യുദ്ധം കഴിയുമ്പോൾ അവർ പുറപ്പെടും. ഈ ഭൂകമ്പമൊക്കെ കഴിയുമ്പോൾ അവർ സേഫായിട്ടുള്ളവർ പുറപ്പെടും. എന്തൊക്കെ എടുക്കും? പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. അത് പറഞ്ഞപ്പോ കരമുയരുന്നില്ലല്ലോ. അങ്ങനെ പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആരാ? അമേരിക്കയിലെ സായിപ്പാന്നോ സൗദി അറേബ്യയിലെ അറബിയാന്നോ? അല്ല, ഇവിടുത്തെ RSSന്റെ സഹോദരന്മാർ വരെ കുറുവടിയായിട്ട് അവിടെ ചെല്ലും. സന്തോഷം ഇല്ലല്ലോ? നിങ്ങൾ സ്വോത്രം പറയത്തില്ല. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭയങ്കര ഒരു അജണ്ടയാ. സ്വോത്രം. ഇതിനകത്ത് ട്രെയിൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പാസ്റ്റർമാര് നല്ലൊരു ശതമാനം സംഘപരിവാർ സേനകള് അവർ ട്രെയിൻ ചെയ്യാൻ പോവാ. സ്വോത്രം. അല്ല, വേറെ വഴി കിടക്കുന്നവരെയൊന്നും എടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ അന്തിമ യുദ്ധത്തിൽ നമ്മുടെ കുറുവടി പിടിച്ച സഹോദരന്മാരും അവിടെ എത്തുമെന്ന്. സ്വോത്രം. ഇനി സന്തോഷമുണ്ടോ? വരുവാനുള്ളവൻ വരും. കാലമേറെയില്ല. എത്ര നാൾ തീ പറ്റിക്കും മക്കള്? 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തീർക്കാം. എത്ര നാൾ തീ പറ്റിക്കുമെന്ന് കേൾക്കട്ടെ. ഇപ്പൊ ഗ്യാസിന് തന്നെ 1100 രൂപ. ഇതെടുത്ത് തീ പറ്റിക്കോ. വായിക്കാം, അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് മോള്. അടുത്ത വാക്യം കൂടെ. സ്വോത്രം. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. നല്ല പുളിയല വെള്ളം അലത്താനും, പശുവിന് പുണ്ണാക്കലത്താനും, അച്ചായന് ചൂടുവെള്ളം അലത്താനും, കുറുവടിയും മില്ലും ഒക്കെ എടുക്കുന്ന ഒരു കാലം ഗ്യാസ് വേണ്ട. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് പ്രവചനങ്ങളുടെ നിവർത്തി മുഴുവൻ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ നാഥന്റെ വരവടുത്തിരിക്കുന്നു. മക്കളെ, സ്തോത്രം. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധമുണ്ടാക്കുവാൻ കളങ്ങൾ കൂട്ടും, ചാലുകൾ ഒരുക്കും. പക്ഷേ വാഗാ അതിർത്തിയിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു ഒഴിച്ചുമാറ്റം നടത്തും. ആര്? ഇന്ത്യയുടെ മണ്ണിനകത്തുള്ള പാകിസ്ഥാനിലെ കോൺസുലേറ്റിലെ ആൾക്കാർ വണ്ടിക്കകത്ത് അവിടെ കൊണ്ടു ചെന്ന് പാകിസ്ഥാന് കൈമാറും. തീർന്നില്ല. പാകിസ്ഥാനകത്ത് വസിക്കുന്ന ഇന്ത്യൻ കോൺസുലേറ്റുമാർ വാഗാ അതിർത്തിയിൽ കൊണ്ടുവന്ന് യുദ്ധസമയം ആരംഭിക്കുന്നതിനും ഇന്ത്യക്ക് കൊടുക്കും. ഇത് നിങ്ങളുടെ പൗരന്മാരാ. അങ്ങനെയെങ്കിൽ ഈ അന്തിമ യുദ്ധം യഹോശാഫാത്ത് താഴ്വരയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുക. അതിൻ്റെ പേര് യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാ. ഈ തലമുറയിൽ എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം.
ബാക്കി നാളെ വെളിപ്പാട്. ഈ യുദ്ധത്തിന്റെ പരിണത ഫലം മരിക്കുന്നത് 10,000 മരിച്ചു വീഴാൻ പോകുന്നു. അവരുടെ ശവമടക്കം എങ്ങനെ? ഏകദേശം 8,000-ൽ പരം ആറ്റമായുധങ്ങൾ ലോകത്തിൽ, അതിനെ കഴിഞ്ഞാൽ 14,000-ൽ പരം ആറ്റമിക് ബോംബുകൾ, ഇതെല്ലാം പൊട്ടുന്ന ഒരു വലിയ ദിവസം വരാൻ പോകുന്നു. ഇന്ന് രാത്രി കേൾക്കണം. സ്തോത്രം. അന്നൊരു സംഭവം നടക്കും. മനുഷ്യന്റെ ശവശരീരം എവിടെ കിടക്കുക? എസക്കേൽ പ്രവചനം 38, 19, 20. എസക്കേൽ പ്രവചനം 39, 14, 15. അവസാനത്തെ വാക്യം മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. 5 മിനിറ്റ് കൊണ്ട് മെസ്സേജ് അവസാനിക്കും. പാടി ആരാധിക്കും. എസക്കേൽ 39, 14, 15. യുദ്ധത്തിന് ശേഷം ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. വായിക്കാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്. യുദ്ധം കഴിഞ്ഞപ്പോ കോവിഡ് രോഗികളെ അടക്കുന്നത് പോലെ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ ഡെയിലി വേജസ്. ഇപ്പൊ കോവിഡ് രോഗിയുടെ മൃതശരീരം ആരാ അടക്കുന്നത്? ദിവസം ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ ചന്ദ്രനിൽ പോകുന്ന 4 കോട്ടും 5 മാസ്ക് ആയിട്ടല്ലേ വരുന്നു. സ്വത്രം. അതുപോലെ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ബറിയേഴ്സ് വരാൻ പോകുന്നു. അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ദേശത്ത് 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. മക്കളെ അവിടെ നിന്ന് ചവിട്ടിയാട്ടെ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതിയാ ഈ റഷ്യ ഉക്രൈൻ തുടങ്ങിയത്. ഇന്ന് നിങ്ങളുടെ ഇന്റർനെറ്റ് യൂട്യൂബും അല്ലെ ഞങ്ങളുടെ ലൈവിൽ കയറണം. ഫേസ്ബുക്കിൽ സജീവ് ചാത്തന്നൂർ അടിച്ചാൽ അതിനകത്തും കിട്ടും. റഷ്യയുടെ ആക്രമണം മൂലം കീവിലും കീവിലും കിടക്കുന്ന ഡെഡ് ബോഡി വഴിയരികെ കിടക്കുക. ചാക്കിനകത്ത് പൂച്ചയും പട്ടിയും വലിക്കുന്നത് പോലെ കിടങ്ങിനകത്ത ഇന്ന് ഉക്രൈനിൽ കൊണ്ട് കുഴിച്ചിടുന്നത്. എല്ലായിടത്തും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ ശരീരം വഴിയരികത്ത് കിടക്കും. മാസങ്ങൾ കഴിഞ്ഞ് അടക്കം നടക്കൂ. ഫെബ്രുവരി മാസം 24-ന് തുടങ്ങിയ യുദ്ധത്തിൽ ഇന്നും ശവശരീരം വഴിയിൽ കിടക്കുന്നു. ആരും അതിനെ തൊടത്തില്ല. റേഡിയേഷനേറ്റ ശരീരമാ ഈ കിടക്കുന്നത്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്തി. വായിക്കാൻ മോളെ അടുത്ത വാക്കുകൂടെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യാസ്തി, അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. ആരും തൊടത്തില്ല. ശ്രീലങ്ക ഇത് കണ്ടു. വേലുപ്പിള്ള പ്രഭാകരൻ. അടുത്തതാ വട്ടിക്കോലെ വെച്ച് അവനെ കൊന്നുകളഞ്ഞത്. വേലുപ്പിള്ള മോനെ ക്ലസ്റ്റർ ബോംബ്. അവരുടെ ശവശരീരം അവിടെ കിടന്ന് ഒരു ചാക്കിനകത്ത് മറിച്ചത്. 6 മാസം കഴിഞ്ഞ് BBC കണ്ടു. ഒരു പൊക്ലൈനറിനകത്ത് കുത്തി അതെടുത്ത് എവിടെ കൊണ്ടുവന്ന് ജാഫ്നയിലെ കടലിടുക്കിൽ കുത്തി താഴ്ത്തി. റേഡിയേഷൻ ഏക്കാതെ. ഇതിവിടെ പാലക്കാട്ട് നടക്കാൻ പോവാ. അടുത്ത വാക്ക്. ആ ശവശരീരം കണ്ടാൽ മക്കളെ അടുത്ത വാക്ക് അടക്കം ചെയ്യുന്നവർ. അത് ഹമോൻ ഗോഗ് താഴ്വരയിൽ. ഇസ്രായേലിനോടുള്ള ബന്ധമാ ഹമോൻ ഗോഗ്. ഇവിടെ കൊണ്ടാഴിക്കാരോട് പറയുന്നു, ഭാരതപ്പുഴയ്ക്കകത്ത് മണലിനകത്തോ വെള്ളത്തിനകത്തോ നിങ്ങളെ ശവശരീരം കൊണ്ട് കൊത്തിത്താക്കുന്ന ഒരു കാലം ഇന്ന് രാത്രി. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തിയടക്കത്തില്ല, കിടത്തിയടക്കത്തില്ല, കുന്തിരിക്കം വെക്കത്തില്ല, കൂട്ടിയിരുത്തി പുകയ്ക്കത്തില്ല. നിന്റെ ശവശരീരം വഴിയരികിൽ കണക്ക്. റെഡ് ക്രോസോ വല്ലോ ഇന്നത്തെ ഉക്രൈനിലെ കണക്ക് കോവിഡ് രോഗിയെ കൊണ്ട് താത്തതുപോലെ ഒന്നിൽ കത്തിച്ച് കളയും. അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് റേഡിയസിനേക്കാത്ത കടൽ പുറത്ത് കൊണ്ടുവന്ന് കുത്തിത്താക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ദൈവസഭയെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി ഈ ഓൺലൈൻ ഞങ്ങളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നെങ്കിൽ സത്യവചനം കേട്ട് ഇന്ന് രാത്രി മടങ്ങി വന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധിക്കകത്ത് ആറ്റമായുധം പൊട്ടി നിന്റെ ശരീരം വഴിയരികത്ത് കിടക്കണം. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണമോ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി തന്റെ മക്കളെ ചേർക്കുവാൻ യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ആദ്യമായി ഓൺലൈൻ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കള് പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ആര് പറയും, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. 4 കാര്യം സയൻസ് പോലെ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. 1 പരിഭ്രമപാത്രം, 2 ഭാരമുള്ള കല്ല്, 3 ജാതികൾ അതിനെതിരെ വിരോധമാകും, 4 അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. എന്നാൽ അതിൻ്റെ നടുവിൽ
ഇവിടുന്ന് ഒരു ഇവാക്വേഷൻ നടക്കും, ഒഴിച്ചു മാറ്റൽ നിർത്താൻ പോവുക. ഒന്നാമത്തെ ഒഴിച്ചു മാറ്റൽ 1945 രണ്ടാം ലോകമഹായുദ്ധം. ആ ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ ആക്രമണം പറഞ്ഞ് ബ്രിട്ടൻ ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. 2 കുവൈറ്റ് ഇറാഖ് വാർ, ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ടൊയോട്ട സണ്ണിച്ചാന്റെ നേതൃത്വത്തിൽ ജോർദാനിൽ നിന്ന് ഇവിടെ ഒഴിച്ചു മാറ്റി, ഇവാക്വേഷൻ. 3 യമനിൽ കലാപം, ഉമ്മൻചാണ്ടി സാർ ആയിരക്കണക്കിന് നേഴ്സുമാരെ ഇവിടെ മടക്കി കൊണ്ടുവന്നു. 4 16 സുഡാനിൽ കലാപം, സഖാവ് പിണറായി വിജയൻ സാർ ഇന്ത്യയുടെ ഗവൺമെന്റുമായി ഇടപെട്ട് നേഴ്സുമാരെ കൊണ്ടുവന്നു. 2018 പ്രളയം, ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. 2020 വീണ്ടും കൊടുങ്കാറ്റുകൾ വന്ന് ഒഴിച്ചു മാറ്റി. 2021 ഒരു ഒഴിച്ചു മാറ്റങ്ങൾ കിട്ടി. വന്ദേ ഭാരത് കേട്ടവരുണ്ടോ? ഇന്ത്യയിൽ കോവിഡ് വന്നപ്പോൾ ഇന്ത്യക്കാരായ മക്കളെ കൊണ്ടുവരുവാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ പോയി, വന്ദേ ഭാരത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടന്നു, അതിന്റെ പേര് ഓപ്പറേഷൻ ഗംഗ. കേട്ടവരുണ്ടോ? ഉക്രൈനിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ പോയി. ആരൊക്കെ പോയി? എയർ ഇന്ത്യ ബോംബെയിൽ നിന്ന്, ഇൻഡിഗോ ന്യൂഡൽഹിയിൽ നിന്ന്, ഉത്തർപ്രദേശിലെ ഹിൻഡാലിൽ നിന്ന് എയർഫോഴ്സിന്റെ B1 പോയി. എവിടെ ഇറങ്ങി? ഹംഗറി ഇറങ്ങി, ബുക്കാപെസ്റ്റ് ഇറങ്ങി, ബുഡാപെസ്റ്റ് ഇറങ്ങി. അവിടെ ഇറങ്ങി ആരെ കയറ്റി? അറബിയെ കയറ്റിയോ? ഇംഗ്ലീഷുകാരെ കയറ്റിയോ? അത് കഴിഞ്ഞിട്ട് ചൈനക്കാരനെ കയറ്റിയോ? ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ഇന്ത്യയുടെ വിമാനത്തിനകത്ത് കയറ്റി ഇന്ത്യയുടെ മണ്ണിൽ കൊണ്ടിറക്കിയതുപോലെ ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കാൻ പോകുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. മക്കളെ സ്തോത്രം. ഒരു രാത്രി ആരെ വിമാനം കയറിയെന്നറിയാമോ? ഞാൻ കണ്ണ് ഇമയ്ക്കാതെ കണ്ടു BBC-യിൽ. റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എവിടെ കയറിയെന്നറിയാമോ? കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, ഇവിടെ എല്ലാം കയറി തകർത്ത് കളഞ്ഞു. ഇതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്രായേലിനെ ആക്രമിക്കും. ഉന്മൂലനാശം, 3ാം ലോകമഹായുദ്ധം. എവിടെയൊക്കെ വിമാനം കയറും? ടെല്ലവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോദ്, സീനായ്, ഗോലാൻ, അക്കോബ, ഇവിടെ എല്ലാം യഹൂദന്റെ മണ്ണിൽ ആ വിമാനം കയറും. 1 യഹൂദന്റെ നിലവിളി, 2 ആകാശത്തിൽ ഒരു മുഴക്കം. ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മുഴക്കം മധ്യാകാശത്തിൽ കേൾക്കും. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. മക്കളെ, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ആമോസ് 4:12 ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എഴുന്നേൽക്കാം. എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റാട്ടെ. കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. അന്നാളിൽ ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. മലാക്കി എഴുതിയിട്ടുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും. എന്നാൽ സൂര്യനും ചന്ദ്രനും പ്രകാശം തരാതെ ഇരിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. നിങ്ങളും തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി നിത്യതയിൽ എടുക്കപ്പെടും. രാത്രി ആ ഭാഗ്യകരമായ പ്രത്യാശ ആർക്കുണ്ട്? ഇവിടുത്തെ സൂര്യൻ അസ്തമിച്ചാലും നീതി സൂര്യൻ നമുക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.